السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മാസം തോറും നമ്മൾ നടത്തി വരുന്ന വിജ്ഞാനവേദിയുടെ ഭാഗമാകാനും കുറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും കേൾക്കാനുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. വിജ്ഞാനവേദികൾ അതെത്ര ചെറുതാണെങ്കിലും വളരെ പ്രൗഢമായ വേദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇവിടെ രാവിലെയും വൈകുന്നേരവും ഓരോ വിഭാഗം മലക്കുകളെ അള്ളാഹു പറഞ്ഞയക്കും എന്നാണല്ലോ. യൽതമിസൂന തുറുഖ്, എന്നിട്ട് അവർ ഇടവഴികൾ അന്വേഷിച്ചിങ്ങനെ പോകും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ, എന്നിട്ട് അത് അള്ളാഹുവിനോട് പറയാൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അന്വേഷിച്ച് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അത് അള്ളാഹുവിനോട് റിപ്പോർട്ട് ചെയ്യുമെന്നാണ്. അപ്പം അള്ളാഹു മലക്കുകളോട് ചോദിക്കും, വമാ യത്ലുബൂൻ, അവരെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം മലക്കുകൾ പറയും, ആ ഹദീസിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകങ്ങൾ കാണാം. അള്ളാഹു നന്നായി അറിയാം അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് റബ്ബിന് നന്നായി അറിയാമെങ്കിൽ കൂടെ റബ്ബ് ചോദിക്കും. അപ്പം മലക്കുകൾ പറയും, യത്ലുബൂനൽ ജന്ന, അവർ സ്വർഗമാണ് അള്ളാഹുവെ കൊതിക്കുന്നത്, തേടുന്നത്. അപ്പം അള്ളാഹു തിരിച്ചു ചോദിക്കും, അതിനവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? അപ്പം അള്ളാഹു മലക്കുകൾ തിരിച്ച് മറുപടി പറയുമെന്നാണ്, അവർ കണ്ടിട്ടില്ല. അവർ സ്വർഗം കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ തൽപരരായിക്കൊണ്ട് അവർ അതിനുവേണ്ടി പരിശ്രമിക്കുമായിരുന്നു. രണ്ടാമത് അള്ളാഹു ചോദിക്കും, മിമ്മ യതഅബ്ബദൂൻ, അവരെന്തിൽ നിന്നാണ് രക്ഷയെ ചോദിക്കുന്നത്, കാവലിനെ ചോദിക്കുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, അവർ ജഹന്നമിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത്, നരകത്തിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുമെന്നാണ്, അതിനവർ നരകം കണ്ടിട്ടുണ്ടോ? സ്വാഭാവികമായും മലക്കുകൾ പറയും, അവർ കണ്ടിട്ടില്ല. നരകം അവർ കണ്ടിരുന്നെങ്കിൽ അവരിതിനേക്കാൾ നന്നായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുമായിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, അവരെന്താണോ ചോദിക്കുന്നത് അതവർക്ക് നൽകുക. അവരെന്തിൽ നിന്നാണോ രക്ഷയെ ചോദിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് രക്ഷയും നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. മലക്കുകൾ തിരിച്ചു പറയും, ഈ സദസ്സിൻ്റെ പിന്നിൽ ഒരു വിഭാഗം ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർ ഈ നീയത്തിൽ ഇരിക്കുന്നവരല്ല. അവർ ഈ സമൂഹം ഒന്നാകെ ആഗ്രഹിക്കുന്ന സ്വർഗം ആഗ്രഹിച്ചോ നരകത്തിൽ നിന്നുള്ള കാവൽ ആഗ്രഹിച്ചോ ഇരിക്കുന്ന വിഭാഗം ആളുകളല്ല. മറിച്ചൊരു കച്ചവട സംഘത്തിൻ്റെ കൂടെ യാത്ര പോവുകയായിരുന്നു. അപ്പോൾ കച്ചവട സംഘത്തിൻ്റെ നേതാവ് തീരുമാനിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു സദസ്സ് നടക്കുന്നുണ്ട്, അപ്പം ഇവിടെ ഇരിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുടുങ്ങിപ്പോയവരാണ് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയും. അവരുടെ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കേണ്ടത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ആ സംഘത്തിന് ഒന്നാകെ നൽകുന്ന പ്രതിഫലം അവർക്കും നൽകുക. കാരണം ഒരു നന്മയുള്ള കൂട്ടത്തിൻ്റെ കൂടിയതുകൊണ്ടാണല്ലോ അവർക്ക് ഈ നന്മയുടെ ഭാഗമാകാൻ സാധിച്ചത്. അതുകൊണ്ട് ആ സംഘത്തിന് മുഴുവൻ നൽകുന്ന പ്രതിഫലം അങ്ങനെ താല്പര്യപ്പെട്ടിട്ടല്ലെങ്കിലും ഈ വന്നിരിക്കുന്ന വിഭാഗം ആളുകൾക്ക് നൽകുക എന്ന് പറയപ്പെടുമെന്നാണ്. ഇത് സുദീർഘമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല ഹദീസുകളിൽ ഒന്ന് മാത്രമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ആ മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കും.
അതുപോലെ തന്നെ മനുഷ്യരല്ലാത്ത എല്ലാ സൃഷ്ടികളും, ആകാശത്ത് പറക്കുന്ന പറവകളും മണ്ണിനടിയിലുള്ള മണ്ണിരകളും സമുദ്രത്തിലുള്ള മീനും സമുദ്രത്തിലെ ജീവികളുമൊക്കെ അവർക്ക് വേണ്ടി അവരറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. അപ്പൊ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ചാൽ വലിയൊരു സൽക്കർമ്മത്തിൽ ഏർപ്പെടാനാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു പരിപൂർണമായ ഈ ഫദ്ലുകളൊക്കെ ഈ സംഗമം അല്ലെങ്കിൽ ഈ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നേടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു കാലത്തിനനുസൃതമായ വിഷയമാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. പുതുവർഷം പുലരുമ്പോൾ വിശ്വാസികൾ ചിന്തിക്കേണ്ടതും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വർഷം മാറുക എന്ന് പറയുന്നത് ഒരു ദിവസം മാറുന്നതിനപ്പുറത്തുള്ള കൗതുകം യഥാർത്ഥത്തിലില്ല. ഒരു ദിവസം മാറി അടുത്തൊരു ദിവസം ജനിക്കുമ്പോൾ ഉള്ള പ്രതീതിയും കൗതുകവും ഒക്കെ തന്നെയാണ് ഒരു വർഷം മാറി അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു വർഷം വരുമ്പോഴും, ഒരാഴ്ച മാറി ഒരാഴ്ച മറ്റൊരാഴ്ചയിലേക്ക് കടക്കുമ്പോഴും, ഒരു മാസം മാറി മറ്റൊരു മാസത്തിലേക്ക് കടക്കുമ്പോഴും ഒക്കെ എന്താണോ മാറ്റങ്ങൾ ഉള്ളത്, എന്തൊക്കെയാണോ സംവിധാനങ്ങൾ ഉള്ളത്, അതൊക്കെ തന്നെയാണ് ഒരു വർഷം മാറി മറ്റൊരു വർഷത്തിലേക്ക് പോകുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ ഇവിടെ സ്വാഭാവികമായും ചില ആലോചനകൾക്ക് ഇത് നിമിത്തമാവുക എന്നത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഇത്തരമൊരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഇതാണ് മാസങ്ങളെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. എന്ന് മുതൽ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു നിശ്ചയിച്ച അവന്റെ കണക്ക് പ്രകാരം, അവന്റെ വ്യവസ്ഥ പ്രകാരം മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ മാസം 12 മാസങ്ങളിൽ 4 എണ്ണം അത് പവിത്രമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരായ മതം പഠിപ്പിക്കുന്നതും അനുശാസിക്കുന്നതുമായ കാര്യം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കരുത് എന്നുകൂടെ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെല്ലാം വ്യവസ്ഥപ്പെടുത്തിയതുപോലെ, ദിവസങ്ങളെ വ്യവസ്ഥപ്പെടുത്തിയതുപോലെ തന്നെ മാസത്തെയും വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ആ മാസത്തെ വ്യവസ്ഥപ്പെടുത്തിയത് എങ്ങനെയാണ്? അത് ചന്ദ്രന്റെ ചലനത്തിനനുസരിച്ചാണ്. അപ്പൊ 12 മാസം അള്ളാഹു സംവിധാനിച്ചത് ചന്ദ്രന്റെ ചലനത്തിനനുസരിച്ച് പിന്നെ നിശ്ചയിച്ചിട്ടുള്ള 12 മാസങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊരു ക്രയവിക്രയം എന്ന നിലക്ക് നമ്മൾ പിന്നെ പാലിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടർ, ആ കലണ്ടർ പ്രകാരമാണല്ലോ ഇപ്പൊ ഒരു പുതുവർഷം പിറന്നിട്ടുള്ളത്. 2024 മാറി 2025 നമ്മൾ വന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ പറയും അത് ക്രിസ്തു പിന്നെ കലണ്ടർ എന്നോ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊക്കെ വ്യത്യസ്ത പേരിൽ അതിന് പറയാറുണ്ടല്ലോ. 2025 ജനുവരിയിൽ നിന്ന് തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന മാസക്രമം. നേരെ മറിച്ച് നമ്മുടെ ഇബാദത്തുകളൊക്കെ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? അത് ചന്ദ്രമാസപ്പിറവിയും ചന്ദ്രന്റെ ചലനമനുസരിച്ചുള്ള വ്യവസ്ഥപ്പെടുത്തിയ മാസമാണ്. അത് നമ്മൾ അറബി കലണ്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഹിജറ കലണ്ടർ എന്ന് പറയും. അവിടെയൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകേണ്ടത്, അറബി കലണ്ടർ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള, മുസ്ലിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളോ പ്രവാചകനോ ഒക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വ്യവസ്ഥപ്പെടുത്തിയ ഒന്നല്ല. നമ്മൾ പേര് പറയുമ്പോൾ അതിന് അറബി കലണ്ടർ എന്ന് പേര് പറയായിരിക്കും. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ മുതൽ അതിനെ കണക്ക് കൂട്ടാമെന്ന് തീരുമാനിച്ചത് കൊണ്ട് അതിന് ഹിജറ കലണ്ടർ എന്നൊക്കെ നമ്മൾ പേര് പറയുമെങ്കിലും 12 മാസത്തെ വ്യവസ്ഥപ്പെടുത്തിയവൻ ആരാണ്? അത് അള്ളാഹുവാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് പ്രപഞ്ചത്തെ സംവിധാനിച്ച അന്ന് സംവിധാനിച്ചതാണ് 12 മാസങ്ങൾ. അത് മുഹറത്തിൽ നിന്ന് തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും മതം അനുശാസിക്കുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടേണ്ടത് ഈ കലണ്ടർ അനുസരിച്ചുകൊണ്ടായിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, ചില വിഷയങ്ങളിലൊക്കെ പ്രായശ്ചിത്തത്തിന് വേണ്ടി, കഫാറത്തിന് വേണ്ടി 2 മാസം നോമ്പ് നോക്കണമെന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ 2 മാസം നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്? അത് അള്ളാഹു പ്രാപഞ്ചികമായി സംവിധാനിച്ച 2 മാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അത് ചന്ദ്രമാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഇനി നമ്മൾ പിന്നെ ഇദ്ദ ആചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 4 മാസം
ഇദ്ദ ആചരിക്കണം. അവരേത് 4 മാസമാണ് കണക്ക് കൂട്ടേണ്ടത്? അള്ളാഹു സംവിധാനിച്ച ചാന്ദ്രമാസമാണ് കണക്ക് കൂട്ടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു ഹൗല് തികയണം. സമ്പത്താണെങ്കിലും അല്ലെങ്കിൽ നാണയമാണെങ്കിലും കച്ചവടമാണെങ്കിലും ഒക്കെ ഒരു ഹൗല് തികയുക എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണല്ലോ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ആ വർഷം കണക്ക് കൂട്ടേണ്ടത് എനിക്ക് സാലറി കിട്ടിത്തുടങ്ങിയത് ജൂൺ മാസത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ കച്ചവടം ആരംഭിച്ചത് ഓഗസ്റ്റ് മാസത്തിലാണ്, അടുത്തൊരു ഓഗസ്റ്റ് വരെയാണോ കണക്ക് കൂട്ടേണ്ടത്? അല്ല. നമ്മൾ റബിയുൽ അവ്വലിലാണ് ആരംഭിച്ചത്, മുഹറത്തിലാണ് ആരംഭിച്ചത്, സഫറിലാണ് ആരംഭിച്ചത് എങ്കിൽ അതിൽ നിന്നും ഒരു കൊല്ലത്തെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ അള്ളാഹു സംവിധാനിച്ചതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അള്ളാഹു പ്രാപഞ്ചികമായി തന്നെ സംവിധാനിച്ചിട്ടുള്ള 12 മാസങ്ങൾ, അതിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. ഇവിടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു കലണ്ടർ കൂടെ മാറി അടുത്തൊരു വർഷത്തിലേക്ക് അടുത്തൊരു കലണ്ടറിലേക്കും ഒക്കെ നമ്മൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് പരലോകത്തിലുള്ള വിശ്വസിച്ചവർ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ദൃഢപ്പെട്ടു വരാനുള്ള കാഴ്ചകളും ആ വിശ്വാസം ദൃഢപ്പെട്ടു വരാനുള്ള അനുഭവങ്ങളും അടയാളങ്ങളും ഒക്കെയാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, പുലരുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ, അതൊക്കെ എങ്ങനെ പുലരുന്നത് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ തതകാറബ സമാൻ. അന്ത്യദിനം സംഭവിക്കുകയില്ല, കാലഘട്ടം അത് അടുക്കുന്നതുവരെ, ചുരുങ്ങുന്നതുവരെ. എന്നിട്ടൊരു ഉപമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം ഒരു മാസത്തെ പോലെ കടന്നു പോകും, ഒരു മാസം ഒരാഴ്ചയെ പോലെ കടന്നു പോകും, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ കടന്നു പോകും. അങ്ങനെ സമയം ചുരുങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ചുരുങ്ങാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന്. നോക്കൂ, 24 മണിക്കൂറാണ് ദിവസത്തിന്റെ കണക്ക്. ആ 24 മണിക്കൂർ തന്നെയാണ് 10 വർഷത്തിനും 20 വർഷത്തിനും 100 വർഷത്തിനും മുമ്പും ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തിന് 30 ദിവസമാണ്. നമ്മളിപ്പോൾ കലണ്ടർ ഫോളോ ചെയ്യുന്ന കലണ്ടർ പ്രകാരമാണെങ്കിൽ ഒരു മാസം 30 ദിവസമുണ്ട്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെയാണ്. പിന്നെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലഘട്ടം അടുക്കും എന്ന് പറഞ്ഞതിന്റെ പൊരുൾ? അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഘടകങ്ങളുണ്ട്. ഇന്നിപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായി നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ എന്തൊക്കെ കാരണങ്ങളാണെങ്കിലും നമുക്കത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു വിജ്ഞാനവേദി ഇവിടെ നടന്നു പോയത് ഇന്നലെ സംഭവിച്ചതുപോലെയാണ് നമുക്ക് തോന്നുക. ഒരു പക്ഷെ കഴിഞ്ഞ 2024 ജനുവരി 1 അല്ലെങ്കിൽ ജനുവരി ആദ്യത്തെ തിങ്കളാഴ്ച ഇതുപോലെ കൂടിയ ഒരു വിജ്ഞാനവേദി ഉണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വളരെ പെട്ടെന്നാണ് സമയം കടന്നുപോയത്. വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും എത്തുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല എന്ന രൂപത്തിൽ സമയം അങ്ങനെ കടന്നു പോവുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന് മുമ്പ് സംഭവിക്കുമെന്ന് പ്രവചിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി നോക്കൂ, വേറെ എന്തൊക്കെ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറയാണ്, അന്ത്യദിനത്തോട് അടുക്കുന്ന സമയത്ത് കൊലപാതകം വർദ്ധിക്കും. അൽ ഹറജ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് ഹറജ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ഖത്ൽ, കൊലപാതകം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, കൊല്ലപ്പെട്ടവനെ എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്ന് അറിയുക പോലും ചെയ്യാതെ, ന്യായമായ പറയാൻ പറ്റുന്ന ഒരു കാരണം പോലും ഇല്ലാതെ, അത് ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്തത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് കൊലപാതകം വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വ്യഭിചാരം വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ പ്രവാചകൻ എണ്ണി പറഞ്ഞ ഒരുപാട് പ്രവചനങ്ങൾ അത് അന്ത്യദിനത്തോട് അടുപ്പിച്ച് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ 2 വിഭാഗമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അലാമാത്തു സാഅൽ കുബ്ര, അലാമാത്തു സാഅ അസ്സുഗ്റ. വലിയ അടയാളങ്ങൾ, അതുപോലെ ചെറിയ അടയാളങ്ങൾ. എന്താ ചെറിയ അടയാളങ്ങളുടെ പ്രത്യേകത? ചെറിയ അടയാളങ്ങൾ അതിപ്പോ വലിപ്പം കൊണ്ട് ചെറുത് വലുത് എന്നതല്ലല്ലോ. ചെറുതാന്ന് പറഞ്ഞപ്പോൾ എത്രയ്ക്കും ചെറുത്, വലുതാന്ന് പറഞ്ഞപ്പോൾ എത്രയ്ക്കും വലുത്, അങ്ങനെയല്ല. മറിച്ച് എന്താണ് ഈ ചെറുത് വലുത് എന്നതിന്റെ വ്യത്യാസം? പണ്ഡിതന്മാർ പഠിപ്പിക്കാണ്, ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞ് പിന്നെയും വലിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അന്ത്യദിനം സംഭവിക്കുക. ഉദാഹരണം, ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അന്ത്യദിനത്തിന്റെ ഒരു അടയാളമാണ്. അത് സംഭവിച്ച് വളരെ അടുത്ത സമയത്ത് അന്ത്യദിനം സംഭവിക്കോ ഇല്ല. അങ്ങനെ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, അധ്യായങ്ങൾ, അടയാളങ്ങൾ
ഇതൊക്കെ സംഭവിച്ച് പിന്നെയും വലിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അന്ത്യദിനം സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളും അത് ചെറുതും വലുതുമായൊക്കെ കോലത്തിൽ നമ്മൾ അനുഭവിച്ചും നമുക്ക് മനസ്സിലായും ഒക്കെ ബോധ്യപ്പെടുന്നു എന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ഓരോ പ്രവചനങ്ങളും പുലരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താ, നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ പരലോകത്തിലൂടെ നമ്മുടെ വിശ്വാസം എന്താവുകയാണ്, ദൃഢപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ത്യദിനത്തോട് അടുക്കുന്നതിന് മുമ്പ് ഈ ലയബ്ലുഗുന്ന ഹാദൽ അംറു, ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദീനിന്റെ സന്ദേശം, വലാ യദഅന്ന വബറൻ വലാ വദറൻ, അള്ളാഹു ഒരു കുടിലും അതുപോലെ തന്നെ ഒരു കൊട്ടാരവും ഒഴിവാക്കി കളയുകയില്ല. എങ്ങനെയല്ലാതെ, ഈ ദീനിന്റെ സന്ദേശം ആ വീടുകളിലൊക്കെ എത്തിച്ചിട്ടല്ലാതെ അള്ളാഹു അന്ത്യദിനം സംഭവിപ്പിക്കുകയില്ല. ഇപ്പൊ നോക്കൂ, അപ്പൊ അത് എങ്ങനെയാണ് എത്തുക എന്നത് പല മാധ്യമങ്ങളിലൂടെയാണ് എത്തുക. എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ ഇസ്ലാമിന്റെ പല ഘടകങ്ങൾ ചർച്ചയാവുകയാണ്. ഇപ്പൊ ഈ അടുത്ത് വഖഫായിരുന്നു ചർച്ച. ഇപ്പൊ വഖഫ് ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നവരും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവർ കേവലം വഖഫ് മാത്രമല്ല ചർച്ച ചെയ്യുക, മറിച്ച് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ മനോഹരമായി ക്രമീകരിക്കപ്പെട്ട ഒന്നാണ്. ഈ സമ്പത്ത് അത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ചെലവഴിച്ചു പോവുകയും അത് കമ്പോളത്തിൽ ഇറക്കപ്പെടുകയും വേണം. അതിന് വ്യത്യസ്തങ്ങളായ വ്യവസ്ഥ ഇസ്ലാം വെച്ചു. അതിന് വളരെ മനോഹരമായ ഒന്ന് മാത്രമാണ് വഖഫ്. അങ്ങനെ ഒരു അധ്യായം വരുന്നു, അത് ചാനലുകൾ ചർച്ച ചെയ്യുന്നു. വഖഫ് എന്താണെന്ന് അറിയാത്ത ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാമിന്റെ സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് അവരെത്തുന്നു. അവിടെ ഇസ്ലാമിനെ കുറിച്ച് തന്നെ അത്തരം ആളുകൾ പഠിക്കുന്നു എന്നതാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളിലൂടെ ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മളൊന്നും ഒരു പ്രബോധനവുമായി ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ടില്ലെങ്കിൽ പോലും ദീനിന്റെ വിവരങ്ങൾ എത്തുകയും ദീനിന്റെ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളിലൂടെ അള്ളാഹു ഇതിങ്ങനെ പൂർത്തിയാക്കും എന്നർത്ഥം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉറച്ച വിശ്വാസം, പരലോകമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലേക്ക്, ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിലേക്കാണ് വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളെ തയ്യാറെടുപ്പിക്കുകയും ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദിവസം മാറി അടുത്തൊരു ദിവസം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഒരാഴ്ച മാറി അടുത്തൊരാഴ്ച വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ, അതൊക്കെ തന്നെയാണ് ഒരു വർഷം മാറി അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോഴും ഉണ്ടാവുക. ഇവിടെ ആഘോഷം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരവുമല്ല രീതിയുമല്ല, ആഘോഷിക്കാനായിട്ടൊരു വകുപ്പും ഈ വിഷയത്തിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ വർഷങ്ങളെ പോലെയൊന്നുമല്ല, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ തീവ്രത ഇങ്ങനെ കൂടി വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതുവർഷം ആഘോഷിക്കുക എന്ന് പറയുന്നത് വർഷം തോറും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അത് വലിയ കെങ്കേമമായ ആഘോഷങ്ങളും പൊടിപൊടിക്കുന്ന സംരംഭങ്ങളും ഒക്കെ ആയി മാറി വരികയാണ്. പാട്ടും കൂത്തും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വർണ്ണശബളമായ പടക്കങ്ങൾ പൊട്ടിച്ചുമൊക്കെ ഇതിന്റെ ആഘോഷത്തിന്റെ രീതിയും അതിന്റെ കെട്ടുറപ്പും അതിന്റെ ഒരു മനോഹാരിതയും ഒക്കെ, അങ്ങനെ കണ്ണോണ്ട് കാണുന്ന മനോഹാരിതയും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചാൽ എന്താണ് ഈ ആഘോഷിക്കാനുള്ള വകുപ്പുള്ളത്? എന്താണ് വകുപ്പുള്ളത്? ഒരു വർഷം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ജീവിതത്തിൽ ഒരു വർഷം കൊഴിഞ്ഞുപോയി. അപ്പൊ മരണം എന്ന് പറയുന്നത്, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവർക്കൊരു ആയുസ്സുണ്ട് എന്നത് ആരും നിഷേധിക്കുന്നതല്ലല്ലോ. ഇനി അത് അള്ളാഹു നിശ്ചയിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അതൊന്നുമല്ല, അതൊക്കെ പ്രപഞ്ചത്തിന്റെ വികൃതിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്ത് വിശ്വാസത്തിന് പുറത്തായാലും മരണം എന്ന് പറയുന്നത് സംഭവിക്കുമെന്നതും നിശ്ചയമായ ഒരു അധ്യായമാണ് എന്നതും വിശ്വസിക്കാത്ത, അത് ഉൾക്കൊള്ളാത്ത, അത് അംഗീകരിക്കാത്ത മനുഷ്യരില്ലല്ലോ ലോകത്ത്. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും ആയുസ്സിൽ നിന്ന് ഒരു വർഷം താഴേക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഗ്യാപ്പ് കുറഞ്ഞു, നമുക്കിനി ജീവിക്കാനുള്ള അവസരം കുറച്ചുകൂടെ കുറഞ്ഞു എന്നല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അങ്ങനെ ആഘോഷിക്കാനില്ല എന്ന് മാത്രമല്ല, ഈദ് എന്നാണല്ലോ നമ്മൾ ആഘോഷത്തിന് അറബി ഭാഷയിൽ പറയാ. ഈദ് എന്താണ്? ഈദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മളത് ആഘോഷം എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തും. ഈ വാക്ക് വരുന്നത് ആദ യഊദു എന്ന അറബി പദത്തിൽ നിന്നാണ്. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നാണ് അർത്ഥം, ആവർത്തിച്ചു വരിക എന്നാണ് അർത്ഥം. ഈദ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന, ആഘോഷിക്കുന്ന ദിവസം എന്നതാണ് ആ വാക്കിനർത്ഥം. അങ്ങനെ വിശ്വാസികൾക്ക് രണ്ട് അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദലക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പകരമായി തന്നിട്ടുണ്ട്. 2 ഈദ് നിങ്ങൾക്ക് പകരമായി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായും വർഷങ്ങൾ മാറിയും കൃത്യമായി
ഓരോ വർഷവും ഒക്കെ ഗ്യാപ്പിൽ കൃത്യമായ ഇടവേളകൾ നിശ്ചയിച്ച് ആവർത്തിച്ചു വരുന്ന ആഘോഷ ദിവസങ്ങൾ, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടെണ്ണേ ഉള്ളൂ. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും മാത്രമാണ്. അല്ലാത്തൊരു ആഘോഷം ഇല്ല, അത് ഒരു നിലക്കുമില്ല എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. പിന്നെ നോക്കൂ, ഒരു വർഷം മാറി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം കൂടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തു എന്നാണല്ലോ അതിനർത്ഥം. 2024 പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നൊരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഏതൊരു സമയം വരെയാണോ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത്, ആ സമയത്തിലേക്കുള്ള ഒരു പടി കൂടെ നമ്മൾ അടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സാധാരണ നിലക്ക് ഈ ഒരു വിഷയം നോക്കും, മരണം എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന വസ്തുതയെ, അത് നമുക്കൊന്നും അത്ര താല്പര്യമില്ലെങ്കിലും, അത് കേൾക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും ഒന്നും മനുഷ്യർക്ക് താല്പര്യമില്ലെങ്കിലും, മരണത്തോടുകൂടെയുള്ള ആലോചനയും അതുമായി ബന്ധപ്പെട്ട ചിന്തയും ഉണ്ടാവുക എന്നതാണ് തഖ്വ നിലനിർത്തി മരണത്തിലേക്കുള്ള ഒരുക്കത്തിന് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഘടകം. അത് മരണത്തെക്കുറിച്ച് ഓർക്കൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളഞ്ഞ് മരണം എത്തുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളഞ്ഞുകൊണ്ട് വരുന്ന മരണത്തെ, ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെ, ആ മരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ദിക്റിനെ, ഓർമ്മയെ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ ചിന്തയാണ് ആയുസ്സിൽ നിന്നൊരു വർഷം കൂടെ കുറഞ്ഞു എന്നത് ബോധ്യപ്പെടുമ്പോൾ, എന്നത് സംഭവിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. സത്യത്തിൽ എത്ര വയസ്സാണ്? 60, 70, 40? അഅ്മാറു ഉമ്മത്തി ബാബൈന സിത്തീൻ വ സബഈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്റെ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ച ആയുസ് അത് 60-നും 70-നും ഒക്കെ ഇടയിലാണ്. അതാണ് ഒരു ശരാശരി ആയുസ്. ഓക്കെ, നമുക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച ആയുസ് അത് പലതാകാം. അതിനൊരു ഭൗതികപരമായ എന്തെങ്കിലും ഒരു ഘടകത്തിന്റെയോ ഓരോരോ രോഗത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. ഇമാം ഷാഫി റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വരിയാണ്, കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്ര ആരോഗ്യമുണ്ടായിരുന്ന ആളുകളാണ് ഒരു കാരണവുമില്ലാതെ മരണപ്പെട്ടു പോയത്. വകമ്മിൻ സഖീമിൻ, എത്ര രോഗികളായ ആളുകളാണ് അവരുടെ രോഗവും വേദനയും ഒക്കെയായി കാലഘട്ടത്തോട് മല്ലിട്ട് അങ്ങനെ പോകുന്നത്. മരണത്തിന് ഒരു രോഗമാണ് കാരണം, രോഗം വന്ന ആള് മരിക്കുക എന്നൊരു സാമാന്യമായ ധാരണയുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്, രോഗിയായി കിടന്ന് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ, അദ്ദേഹം ഇങ്ങനെ വേദനയും പെടാപ്പാടും സഹനവും ഒക്കെ ദുനിയാവിൽ നിന്നിങ്ങനെ അനുഭവിക്കുന്നത് കണ്ട് കുടുംബക്കാരൊക്കെ ഖൈറായതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കൂ എന്ന് പരസ്പരം പറയുന്ന ആളുകൾ, അവരങ്ങനെ 4-5 വർഷമൊക്കെ ആയും രോഗശയ്യയിൽ അങ്ങനെ കടന്നു പോകുന്ന എത്ര ആളുകളുണ്ട്. വകമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. അവരൊക്കെ ദുനിയാവിൽ അവരുടേതായ സഹനങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ. ചിലപ്പോൾ ആക്സിഡന്റ് ആണ്, മറ്റു ചിലപ്പോൾ ആക്സിഡന്റ് പോലും അല്ല, ഉറങ്ങി എഴുന്നേൽക്കാത്തതാണ്. ഇന്നലെ നമ്മുടെ എൻ്റെ വൈഫിനെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു അനുഭവം പറയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം പഠിപ്പിച്ച ഒരു കുട്ടി രാമനാട്ടരുടെ അടുത്തുള്ള ഒരു കുട്ടിയാണ്. അതിനിപ്പം ജോലിയൊക്കെ കിട്ടി, വിവാഹമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ്. രാത്രി ഭക്ഷണം കഴിച്ചു, വന്ന് കിടന്നു. അവന്റെ ഭാര്യ ജോലിയൊക്കെ കഴിഞ്ഞ് അവസാനം തീർക്കാനുള്ള പണിയൊക്കെ തീർത്ത് വന്ന് കിടന്നപ്പം വിളിച്ചിട്ട് എണീക്കണില്ല. അപ്പോൾ എന്താണ് ഒരു പ്രയാസം എന്നത് അറിയാതെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ പൾസൊക്കെ ഉണ്ട്. നേരെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വരുന്നത് ആംബുലൻസിൽ മയ്യത്തായിട്ടാണ്, മരണപ്പെട്ട് മയ്യത്തുമായിട്ടാണ് വരുന്നത്. നല്ല ആരോഗ്യമുള്ള ചെറുക്കൻ, ഒരു ആരോഗ്യ പ്രശ്നവും പ്രകടമായി പുറത്തേക്ക് കാണിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു സംവിധാനിച്ച, അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്തിലേക്ക് എത്തി എന്നതിനപ്പുറത്ത് മറ്റു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വർഷം കൂടെ പോയി എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് കുറച്ചുകൂടെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്ത എന്താ? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല, അദ്ദേഹം മരണവാർത്ത അറിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഇങ്ങനെ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രാർത്ഥിച്ചു. സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ 2024 എത്ര തവണ പ്രാർത്ഥിച്ചിരിക്കുന്നു, എത്ര തവണ ദിക്ർ ചൊല്ലിയിരിക്കുന്നു, നമ്മൾ എത്ര സ്റ്റിക്കർ, ഇപ്പതാണ് പ്രാർത്ഥിക്കലല്ല, ഇപ്പൊ നമ്മൾ സ്റ്റിക്കർ ഇടലാണ്.
വാട്സപ്പിൽ മരണാർത്ഥ കേട്ടാൽ ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കർ ഇടലാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച ദിക്ർ അല്ലെ. എങ്ങനെ എത്ര ആളുകൾ മരണത്തിന് ശേഷം നമ്മൾ അത് പ്രാർത്ഥിച്ചിരിക്കുന്നു. അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ അടുത്ത് നിന്നിട്ട് ഒരാൾ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വെച്ചു, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് അറിയുമോ? അദ്ദേഹം പറഞ്ഞു, അറിയാം, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങി പോകുന്നതാണ്, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എന്നാൽ ആ അർത്ഥത്തോടൊപ്പം നിന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുമ്പോൾ എന്താണ് സമ്പാദ്യമായിട്ടുള്ളത്? അതാണല്ലോ പ്രധാനം. ഈ തത്വം മനസ്സിലാക്കുക എന്നതല്ലല്ലോ, മറിച്ച് എന്താണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനെ തൃപ്തിപ്പെടുത്താൻ പാകത്തിൽ നിങ്ങളുടെ കൈകളിലുള്ളത് എന്നതാണ് ചോദ്യം. അതിന് മറുപടി കണ്ടെത്താൻ പറ്റുമ്പോഴാണ് വിജയിക്കുക എന്നർത്ഥം. എന്നിട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തോടെ ഓതി കൊടുക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതോടൊപ്പം വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ എന്താണ് നാളത്തൊരു ദിവസത്തിന് വേണ്ടി സമ്പാദിച്ചത് എന്നതിനെ കുറിച്ച് ഓരോരുത്തരും അവരുടെ സ്വന്തത്തിലേക്ക് നോക്കട്ടെ. എന്നിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒന്നാമതായി ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോഴും, ഒരാഴ്ച കഴിഞ്ഞു പോകുമ്പോഴും, ഒരു മാസം കഴിഞ്ഞു പോകുമ്പോഴും, അവസാനം ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോഴും നമുക്കുണ്ടാകേണ്ടത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ഓരോ ദിവസവും പുലരുമ്പോൾ ആ ദിവസം നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എന്ത്? ഇന്നി ഖൽഖുൻ ജദീദ്, ഞാൻ ഇതാ അള്ളാഹുവിന്റെ പുതിയൊരു സൃഷ്ടിയായി പിറന്നു വീണിട്ടുണ്ട്. വഅന ലിഅമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയും. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് ഇന്ന് നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് സമ്പാദിച്ചത് എന്നതിനെ കുറിച്ച് പരിശോധിക്കുക. യഥാർത്ഥത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളോട് തന്നെ ഓർമ്മിപ്പിക്കേണ്ടതും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടത് അതാണ്. ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം അങ്ങനെയാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രായോഗികമായി ഒരു ദിവസം കഴിയുമ്പോഴാണ് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരു വർഷത്തോ ഒന്നാകെ നമ്മൾ എന്തൊക്കെയാണ് നന്മയായി ചെയ്തത് തിന്മയായി ചെയ്തത് എന്ന് ആലോചിക്കാൻ അതിന് കുറച്ച് പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊരാഴ്ചയും മാസമൊക്കെ ആകുന്നതനുസരിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നോക്കൂ, ഒരു ദിവസം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നേരം കൊടുത്തു, ആ നേരം നമ്മളോട് പറയുന്നുണ്ട്, ദാ അള്ളാഹുവിന്റെ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി പിറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു പോയാൽ ഇനി ഒരു അവസരം ഉണ്ടാവുകയില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട് എന്ന് സാങ്കല്പികമായി ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണത്. ഇന്നെന്താണ് ചെയ്തത്? ഇന്നെന്താണ് ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചത്? ഇവിടത്തേക്കല്ല, എനിക്ക് വേണ്ടി സമ്പാദിച്ചത് എന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്തും അല്ല. കാരണം ഇവിടെ നിന്ന് നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ എന്തായാലും എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നമ്മുടെ മരണം സംഭവിക്കുന്നതോടുകൂടെ പിന്നെ അതിന്റെ അവകാശികളല്ലാതായി നമ്മൾ മാറും. പിന്നെ അനന്തരാവകാശികളുടെ അവകാശമാണത്. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമുള്ള ഓഹരികളുടെ അവകാശികളായി അവർ മാറും. അത് പിന്നെ എന്റേതല്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ എല്ലാം ആളുകൾ കൊണ്ടുപോയി, ഒരു കഷ്ണം അത് മാത്രമാണ് ബാക്കിയായത് എന്ന് പറയുമ്പോൾ തിരുത്തി പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയല്ല, എല്ലാം നമുക്ക് കിട്ടി, ഇത് മാത്രമാണ് ബാക്കിയായത്, ഇത് മാത്രമാണ് നമുക്ക് കിട്ടിയത്, മറ്റെല്ലാം നഷ്ടപ്പെട്ടു എന്നല്ല. ആളുകൾക്ക് വീതം വെച്ചതൊക്കെ നമുക്ക് കിട്ടി, പരലോകത്ത് അത് നമ്മുടെ നന്മയായി രേഖപ്പെടുത്തപ്പെട്ടു. ഇനി ശാശ്വതമായ പരലോകത്ത് അത് നമുക്ക് അനുകൂലമായി വരും. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഭാഗം എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ തിരിച്ചു പറഞ്ഞതുപോലെ നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. എന്താണ് നമ്മുടെ സമയത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്? എന്താണ് നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്? സമ്പത്തിൽ നിന്ന് എന്താണ് നമ്മൾ മാറ്റിവെച്ചത്? ഒരു വർഷം നമ്മൾ 10,000 സമ്പാദിച്ചാൽ, ഒരു വർഷം 10,000 നമ്മൾ സമ്പാദിച്ചാൽ അതിൽ നിന്ന് 1000 രൂപയെങ്കിലും പരലോകത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയാത്തവർ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുക? എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ, എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വർഷം ചുരുങ്ങിയത് ഒരു ദിവസം, ഇപ്പൊ നമ്മളൊക്കെ ഒരു ദിവസം ചായ കുടിക്കാൻ കയറിയാൽ ചുരുങ്ങിയത് ഒരു 100-150 രൂപ രണ്ടാളുകൾക്ക് ചായ കുടിക്കാൻ കയറിയാലാകും. അല്ല, എത്ര പ്രതിബന്ധമുള്ളവരും എത്ര സങ്കടമുള്ളവരും എത്ര കടമുള്ളവരും അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി പോകുന്നുണ്ട്. പക്ഷെ ചെറുത് വലുത് എന്നതല്ല കണക്ക്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അണുമണിത്തൂക്കമാണോ നിങ്ങൾ ചെയ്യുന്ന നന്മയെങ്കിൽ അതേ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് നിങ്ങളെ റബ്ബിന് നിങ്ങൾക്കായി നന്നായി അറിയാം. ആ അണുമണിത്തൂക്കം ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അത് പരലോകത്ത് നമ്മൾ കാണും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സമയത്തിൽ നിന്ന് എത്ര ഓഹരി നമുക്ക് വേണ്ടി
നമുക്ക് അനുകൂലമായി പരലോകത്ത് നമ്മുടേതായി വരുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റും. നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്ത് നമുക്ക് എന്ന് ഉറപ്പ് പറയാവുന്ന, നമ്മുടേത് എന്ന് ഉറപ്പ് പറയാവുന്ന ഭാഗധേയമായി വരും. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. സ്വാഭാവികമായും നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത സ്വാഭാവികമായും ഉണ്ടാവുക, ഞാനിപ്പോ നമ്മുടെ മഹലിൽ ഒരു താരതമ്യേന നല്ലൊരാളാണ്, താരതമ്യേന പണം ചെലവഴിക്കുന്ന, താരതമ്യേന ജമാഅത്തുകൾക്കൊക്കെ കൃത്യമായി പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇവനൊക്കെ കുറിച്ച് ആലോചിക്കുക, എൻ്റെ അത്ര തന്നെ പ്രായമുള്ള ആളല്ലേ ഇയാളും, ഇയാളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര നല്ലൊരു മനുഷ്യനാണ് എന്നാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുമ്പോൾ പറയുന്ന ഒരു വാചകം ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടെന്ന് കാണാം. അദ്ദേഹം പറയാണ്, ലൗ അന്ന മുനാദിൻ നാദാ മിനസ് സമാ, ആകാശ ലോകത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു അശരീരി ഞാനിങ്ങനെ കേൾക്കാണ്. എന്താ പറയുന്നത്? ലൗ അന്ന കുല്ല അഹദകും യദ്ഖുലൂനൽ ജന്നത ഇല്ലാ റജുലൻ, മനുഷ്യർ, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പ്രവേശിക്കും ഒരാളൊഴികെ എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടാൽ ലഖിഫ്തു അനഹുവ, ആ മാറ്റി നിർത്തപ്പെടുന്ന ഒരാൾ ഞാനായിരിക്കുമോ എന്നതിനെ കുറിച്ചാണ് പിന്നെ എന്റെ പേടി എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. ആരാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ഒക്കെ ഒരു ചെറിയ കുട്ടിക്ക് പോലും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം പിന്നെ എല്ലാവരും അറിയുന്ന അറിയപ്പെട്ട വ്യക്തിത്വമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സന്ദർഭങ്ങളിലാണ് ആമൻതു അന അബൂബക്കർ വ ഉമർ എന്ന് പറഞ്ഞത്? എത്ര സന്ദർഭങ്ങളിലാണ്? എന്നാൽ സ്വഹാബിമാര് പറയാണ്, പ്രവാചകൻ അങ്ങനെ പറയുമ്പോൾ ഉമർലാന്റെ സാന്നിധ്യമില്ലാത്ത സമയത്ത് പോലും ഉമർലാനെ കുറിച്ച് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ പറയാണ്, ഞാൻ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പോകുമ്പോൾ മരം എന്നോട് സംസാരിച്ചു. ആശ്ചര്യത്തോടുകൂടെ സ്വഹാബികൾ ചോദിച്ചു, ആ തതകല്ലമു ശജറ, പ്രവാചകരെ മരം സംസാരിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആമൻതു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ഞങ്ങളൊക്കെ അത് വിശ്വസിച്ചിട്ടുണ്ട്. സ്വഹാബികൾ പറയാണ്, അത് പ്രവാചകൻ പറയുന്ന വേളയിൽ ഇവർ രണ്ടുപേരും അവിടെ ഇല്ല. അബൂബക്കർലാൻ ഉമർലാന്റെയും അസാന്നിധ്യത്തിൽ പ്രവാചകൻ ഉറപ്പിച്ചു പറയാൻ, ഞാനത് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറും ഉമറും അത് വിശ്വസിച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയുന്നത്, എല്ലാ മനുഷ്യരും സ്വർഗത്തിലാണ്, ഒരാളെ മാറ്റി നിർത്തുകയുള്ളൂ എന്നൊരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ഒരു അശരീരി ഞാൻ കേട്ടാൽ ആ മാറ്റി നിർത്തപ്പെടുന്നവൻ ഞാനായിരിക്കുമോ എന്നതിനെ കുറിച്ചാണ് എന്റെ ഭയം. ഇനി സുഹൃത്തുക്കളെ, നമ്മളൊരു പുനർവിചിന്തനം നടത്തണം. നമ്മളൊരു വിചിന്തനം നമ്മുടെ ജീവിതത്തിലേക്ക് നടത്തിയാൽ, നമ്മുടെ സ്വന്തം അമലുകളെ പരിശോധിച്ച് നടത്തിയാൽ, രഹസ്യവും പരസ്യവും നമുക്ക് തന്നെ അറിയുന്ന നമ്മുടെ വ്യക്തിത്വത്തെ ഒരു വിചാരണക്ക് വിധേയമായി ആലോചിച്ചാൽ, നമ്മുടെ സമ്പത്തും സമയവും ആരോഗ്യവും നന്മയുടെ വിഷയത്തിൽ എത്ര കണ്ട് ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചു എന്ന ചോദ്യമാണ് ഒന്നാമതായി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? പ്രവാചകൻ പറയാം, ഖുദ്സിയായ ഹദീസിൽ യഖൂലുല്ലാഹു തബാറക വ തആല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മാ തഖറബ ഇലയ അമലി അബ്ദി ബി ഷൈഇൻ, എന്റെ അടിമ എന്നോട് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എനിക്ക് എന്റെ അടിമ എന്നോട് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അവന് നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കലാണ്. സുന്നത്തുകൾ നിർവഹിക്കുന്നതിനേക്കാൾ റബ്ബ് ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഒരു അടിമയിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു ശ്രേഷ്ഠമാക്കി പഠിപ്പിക്കുന്നതുമായ കാര്യം എന്താണ്? അത് മിമ്മഫ്തറൽതു അലൈഹി, അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ്. അതിനാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ നമ്മൾ സൂചിപ്പിച്ചത്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാകേണ്ട ചിന്ത, അത് നമ്മളൊരു ആയുസ്സിലെ ഒരു വർഷം കൂടെ നഷ്ടപ്പെട്ടു എന്നും മരണത്തോട് നമ്മൾ ഒരു വർഷം കൂടെ അടുത്തു എന്ന ചിന്തയുണ്ടാവുകയും എന്നിട്ട് എങ്ങനെ ആ മരണത്തെ സ്വീകരിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാറെടുപ്പായി നമ്മൾ എന്ത് ചെയ്തു എന്നതുമാണ് നമ്മൾ ഈ സമയം പറഞ്ഞു വെച്ചത്. ഇപ്പോഴാണ് മരണമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അതത്ര പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ നമ്മൾ കരുതിയോ ഒക്കെ ഇരിക്കുന്ന ഒരു സമയത്തല്ല ഉണ്ടാവുക എന്നും, അത് ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കുകയും അള്ളാഹുവിൻ്റെ നിശ്ചയത്തിനനുസരിച്ച് സംഭവിക്കുമ്പോൾ അതിലേക്കനുസരിച്ച് നമ്മുടെ ജീവിതം തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത് എന്ന് നമ്മൾ സൂചിപ്പിച്ചത്. മുആവിയ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അബൂ സുഫിയാൻ
മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹ് ഇബ്നു ജർഹമി രണ്ടുപേരും തമ്മിലുള്ള ഒരു സംസാരത്തിൽ ഒരു ചരിത്രം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം. ഒരു വ്യക്തി ഒരു സ്ഥലത്തെത്തി, ഒരു നാട്ടിലെത്തി. അങ്ങനെ ഇദ്ദേഹം ആരാണ്, നാടും ഇദ്ദേഹത്തിന് അഡ്രസ്സൊന്നും അറിയാത്തതുകൊണ്ട് മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുകയും അങ്ങനെ ഖബറടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നാട്ടുകാരിൽ ഒരാൾ ഇങ്ങനെ കരയാണ്. സ്വാഭാവികമായും ഒരു മയ്യത്ത് സംസ്കരിച്ച് ഖബറടക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഉൾക്കൊണ്ട് കരയുകയും അറബിയിൽ ഒരു കവിത ഇങ്ങനെ പാടുകയും ചെയ്തു എന്നാണ്. യബ്കി അൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു. ഖബറടക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് അറിയാത്ത ഏതൊക്കെയോ ആളുകൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. വദൂ ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറു. എന്നാൽ ഇദ്ദേഹവുമായി കുടുംബബന്ധമുള്ള ആളുകൾ ഈ മരണവാർത്ത അറിയാതെ അദ്ദേഹത്തിന്റെ നാട്ടിൽ അങ്ങനെ ചിരിച്ചും സല്ലപിച്ചും ഒക്കെ ഈ സമയം അങ്ങനെ നീക്കുന്നുമുണ്ടാകും. എന്നാൽ അറബിയിലെ കവിത ഇങ്ങനെ പാടിയപ്പോൾ കേട്ടുനിന്ന വ്യക്തി ഇദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, ഈ രണ്ടു വരി ആരാണ് രചിച്ചത് എന്ന്, ഈ കവി ആരാണ് നിങ്ങൾക്കറിയുമോ എന്ന് അന്വേഷിച്ചു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കവിയെയും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് എന്ന് തിരിച്ചു പറഞ്ഞു കൊടുത്തു എന്നാണ്. അഥവാ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു. ഒരു മനുഷ്യൻ മരണപ്പെടുന്നു, എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടത് ആരാണ് എന്ന് അറിയാത്തവർ, അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്തവർ സംസ്കരിക്കുന്നത് അവരായതുകൊണ്ട് കരയുകയും അതിൽ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഈ കഥയൊന്നും അറിയാതെ അദ്ദേഹത്തിന്റെ നാട്ടിൽ എങ്ങനെ രസിച്ചിരിക്കല്ലെങ്കിൽ ആഹ്ലാദിച്ചുകൊണ്ടും ചിരിച്ചുമൊക്കെ ഈ സമയം മുന്തിക്കളയുന്നു എന്ന കവിത എഴുതിയ മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ എത്രയോ അധ്യായങ്ങൾ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ 2024 പ്രത്യേകിച്ചും എത്ര മനുഷ്യരാണ് വലിയ സ്വപ്നങ്ങൾ കണ്ട് നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങി പിറ്റേന്ന് മരണപ്പെടുമ്പോൾ ഒരു നാട് തന്നെ ഇല്ലാതെയായ, ഒരു നാട് തന്നെ ഒലിച്ചുപോയ സംഭവത്തിന് വിറങ്ങലിക്കുന്ന അനുഭവത്തിന് സാക്ഷിയായ ഒരു വർഷം കൂടെയാണ് 2024. നോക്കൂ, എന്തൊക്കെ വിധത്തിൽ മാനസികാവസ്ഥയുള്ള ആളുകൾ അന്ന് ആ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാകും. ഇന്നലെയും മെനിഞ്ഞാന്നും ഇനി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്നും നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് മേശയിൽ നിന്ന് പിരിയുന്നത് പോലെ കിടന്നുറങ്ങാൻ വേണ്ടി പിരിഞ്ഞു പോയ കുടുംബാംഗങ്ങളാണ്. നാളെയും അടുത്ത മാസവും ഒക്കെ വരാനിരിക്കുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെ കുറിച്ച് സംസാരിച്ച, ആലോചനകൾ നടത്തിയ, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയ എത്രയോ മനുഷ്യരാണ്. വരാനിരിക്കുന്ന അവരുടെ കച്ചവടത്തിലെ പ്ലാനിങ്ങുകൾ നടത്തിയ മനുഷ്യരാണ്. അല്ലെങ്കിൽ അവധി കാത്തും പ്രയാസപ്പെട്ടും നിൽക്കുന്ന ആളുകളുടെ രോഗ ശുശ്രൂഷയെക്കുറിച്ച്, അത് പരിപാലിക്കേണ്ടതിനെ കുറിച്ച് സംസാരം നടത്തിയ ആളുകളാണ് ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്കും അള്ളാഹു ആ നാട് തന്നെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ നാട് തന്നെ ഇല്ലാതെയായി പോകുന്ന രൂപത്തിൽ ഒരു പരീക്ഷണം നേരിട്ടത്. ഇങ്ങനെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളും അതുപോലെ കിടന്നുറങ്ങാൻ പോകും. പക്ഷെ നാളെ എണീക്കുമെന്നൊരു ഉറപ്പ് നമുക്കാർക്കുമില്ലാത്തത് അത് വലിയൊരു തൗഫീഖാണ് ഒരർത്ഥത്തിൽ. അല്ലെങ്കിൽ നോക്കൂ, മരണത്തിന്റെ അവസ്ഥയും സമയവും ഒക്കെ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടിരുന്നുവെങ്കിൽ എന്തൊരു മാനസിക വിഭ്രാന്തിയായിരിക്കും മനുഷ്യർക്ക് ഉണ്ടാവുക. അപ്പൊ എൻ്റെ മരണസമയത്തെ കുറിച്ച് നേരത്തെ തന്നെ എനിക്ക് അറിയുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ എനിക്കെങ്ങനെയാണ് സ്വസ്ഥതയോടുകൂടെ അതിന് തൊട്ട മുന്നത്തെ മിനിറ്റുകൾ എനിക്ക് ജീവിക്കാൻ കഴിയുക, എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഒരു മനുഷ്യനും അവന്റെ മരണം എവിടെയാണ് എന്നതിനെ കുറിച്ച് അറിയുന്നില്ല, അവനെ നാളെ എങ്ങനെയാകും എന്നതിനെ കുറിച്ചും അറിയുന്നില്ല. അതൊരു അർത്ഥത്തിൽ വലിയ തൗഫീഖാകുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണവുമാണ്. അതുകൊണ്ട് ജീവിതം എവിടെ വെച്ച് അവസാനിക്കേണ്ടി വന്നാലും ഇപ്പൊ നമുക്കുള്ളൊരു തിരിച്ചറിവ്, ഉണ്ടാകേണ്ട ഒരു തിരിച്ചറിവ് എന്താണ്? അള്ളാഹു നമുക്കൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു ആയുസ്സിൽ നിന്ന് ഒരധ്യായം കൂടെ ദിവസമായും ആഴ്ചയായും മാസമായും വർഷമായും ഒക്കെ അവസാനിച്ചിട്ടുണ്ട് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പറഞ്ഞ വാചകമുണ്ട്, വളരെ പ്രശസ്തമായ വാചകങ്ങളാണ്. ഇത് പറഞ്ഞു, ഇന്ന അസ്വാജക്കും, അദ്ദേഹം ആദ്യം തന്നെ ചോദിക്കുമെന്നാണ്, ഖബറാളികളോട് ചോദിച്ചു എന്നാണ്, എന്താണ് നിങ്ങളുടെ വർത്തമാനം, മരണത്തിന് ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന കഥകൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായും അഖ്ബാറുക്കും ഇന്ധന, ഇനി നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭൗതികമായ ഇവിടുത്തെ സംവിധാനമൊക്കെ കാണുന്ന ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമെന്നാണ്, ഇന്ന അസ്വാജക്കും ഖദ് സുവ്വിജത്, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ മരണത്തിന് ശേഷം മറ്റൊരു വിവാഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വ അംവാലക്കും ഖദ് ഖുസിമത്, നിങ്ങൾ ഭയങ്കരമായി അധ്വാനിച്ച് എടുത്തുവെച്ച്
ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തുകളൊക്കെ വീതം വെച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ മക്കൾ അവരിപ്പോൾ യതീമിന്റെ പരിഗണനയോടുകൂടെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളിൽ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയും നിങ്ങളുടെ സംസാരവും ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമെന്നാണ്, ഇനി നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. എന്നിട്ട് അദ്ദേഹം പറയും, ലൗ സമീഉ, ഈ ഖബറിലുള്ള ആളുകൾ നമ്മുടെ സംസാരം കേൾക്കുമായിരുന്നെങ്കിൽ അവർ മറുപടി പറയുമായിരുന്നു, എന്ത്? ഫതസവ്വദു ഇന്ന ഖൈറസ്സാദി അത്തഖ്വ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവർ നമ്മളോട് ഓതുമായിരുന്നു. ഇവിടെ വില പോകുന്ന അല്ലെങ്കിൽ ഇവിടെ ആവശ്യമുള്ള വിഭവ മനുഷ്യരെ അത് തഖ്വ മാത്രമാണ്. അതുകൊണ്ട് വതസവ്വദു, നിങ്ങൾ ഒരു കൂട്ടി വെച്ചോളൂ. സാദ്, നിങ്ങൾ ഒരു കൂട്ടി വെച്ചോളൂ. നിങ്ങളുടെ വിഭവമായി നിങ്ങൾ സമാഹരിച്ചു വെച്ചോളൂ. ഇന്ന ഖൈറസ്സാദി അത്തഖ്വ, യാത്രയിൽ പാതേയമായി കയ്യിൽ കരുതുന്ന വിഭവമായതിൽ ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. അതിന് മാത്രമേ ഇവിടെ വിലയുള്ളൂ എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. മരണപ്പെട്ടവർ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളുടെ ഈ സംസാരത്തിനും കാഴ്ചക്കും വിവരണത്തിനുമൊക്കെ അവർ ഈ നിലക്ക് മറുപടി പറയുമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പ്രയോറിറ്റി എന്ന് പറയുന്നത്, മുൻഗണന നമ്മൾ നിശ്ചയിക്കേണ്ടത് എപ്പോഴും തഖ്വ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾക്കാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വയോളം വലിയൊരു സമ്പാദ്യം ഒരു മനുഷ്യന് സമ്പാദിക്കാൻ കഴിയില്ല എന്നർത്ഥം. നോക്കൂ, ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭൂരിഭാഗ സ്ഥലങ്ങളിലും അള്ളാഹു ചേർത്തി പറയുന്ന ഭാഗമാണ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സ്വർഗം അത് മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവർക്ക് വേണ്ടി നാം അനന്തരമായി സംവിധാനിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്വർഗം പറഞ്ഞു പോകുന്ന പല സ്ഥലങ്ങളിലും ഭൂരിഭാഗ സ്ഥലങ്ങളിലും അതിന്റെ തുടർച്ചയായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇതാ, ഈ സ്വർഗം ഇത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. മരണത്തോടുകൂടെ തുടങ്ങുന്ന ജീവിതത്തിൽ തന്നെ വിജയിക്കുന്നവരാരാണ്? അത് തഖ്വയുള്ളവർ മാത്രമാണ്. അതുകൊണ്ട് നമുക്കൊരു പുനർവിചിന്തനം നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കബറടക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അല്പം വികാരഭരിതനായി സ്വഹാബത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം മുസ്ലിമായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന്റെ അർശ് വിറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുലുങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രവർത്തനം കാഴ്ചവെച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് കബറെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് കബറ് കിളച്ച് പൂർത്തിയായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കൂട്ടി ചില കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബികൾ പറയാണ്, പ്രവാചകന്റെ ആ നേരത്തെ പ്രവാചകന്റെ വഅല്, പ്രവാചകന്റെ സംഭാഷണം പ്രവാചകൻ നിർവഹിക്കുമ്പോൾ കരഞ്ഞ് താഴെയുള്ള മണ്ണ് നനയുമാറ് പ്രവാചകൻ കരഞ്ഞാണ് അന്ന് ഞങ്ങളോട് സംസാരിച്ചത്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിനൊരു ഇടുക്കമുണ്ട്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, മരണത്തെ രണ്ട് രൂപത്തിലാണ് മനുഷ്യരൊക്കെയും മരണത്തെ അഭിമുഖീകരിക്കുക, രണ്ടാലൊരു രൂപത്തിൽ മാത്രമായിരിക്കും. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചക്ക് അല്ലാഹു ഒരു പരിധി വെച്ചിട്ടുണ്ട്. ചില പരിധികളുണ്ട്. ആ പരിധി എന്താ? നമുക്ക് മലക്കുകളെ കാണാൻ കഴിയില്ല, ജിന്നുകളെ കാണാൻ കഴിയില്ല, അല്ലെ? പല നിലക്കുമുള്ള സൂക്ഷ്മ വസ്തുക്കളെയൊന്നും നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അള്ളാഹു നമ്മുടെ ദൃഷ്ടിക്ക് മുന്നിൽ ഒരു മറ വെച്ചിട്ടുണ്ട്. എന്നാൽ പരലോക ജീവിതത്തിലേക്ക് അഥവാ മരണത്തോടുകൂടെ തുടങ്ങുന്ന ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രാരംഭ ഘട്ടത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്, ആ മറ അള്ളാഹു നീക്കി കളയുമെന്നാണ്. ഇന്നത്തെ ദിവസം ഇതാ, നിങ്ങളുടെ മറ നാം നീക്കിയിട്ടുണ്ട്, ഇനി ഭയങ്കര ഷാർപ്പായി നിങ്ങൾ കാണും. വളരെ മൂർച്ചയുള്ള കാഴ്ച അന്ന് മുതൽ നിങ്ങൾക്കുണ്ടാകും. ആ മൂർച്ചയുള്ള മറകളില്ലാത്ത കാഴ്ച നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച അത് നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളെ കാണുന്ന കാഴ്ചയായിരിക്കും. അള്ളാഹു എങ്ങനെയാണോ മലക്കുകളെ സൃഷ്ടിച്ചത് ആ രൂപത്തിൽ മരണാസന്നമായ വ്യക്തി മലക്കുകളെ കാണും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാലൊരു രൂപത്തിൽ മാത്രമാണ് മലക്കുകൾ അവരെ അഭിസംബോധന ചെയ്യുക. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. മലക്കുകൾ ഇറങ്ങി വരും. ആരുടെ മുന്നിൽ? ഇങ്ങനെ പ്രഖ്യാപിച്ച വിഭാഗം ആളുകളുണ്ട്. ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ്
അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച് സുമ്മസ്തഖാമു, പിന്നെ ജീവിതത്തിൽ ആ നിഷ്ഠ വെച്ച് പുലർത്തിയ ആളുകൾ, ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച ആളുകൾ, അവരുടെ അരികിലേക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക. നോക്കൂ അല്ലെ, നമ്മളെല്ലാം ഇപ്പോൾ മനുഷ്യർ മലക്കുകളെ കാണുന്ന രൂപം, സമയം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. സ്വാഭാവികമായും സ്വരൂപത്തിൽ മലക്കുകളെ കാണുന്ന എല്ലാ മനുഷ്യരും പേടിക്കും, എല്ലാവരും പേടിക്കും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകളെ നേർക്കുനേരെ കാണുന്ന സമയം എല്ലാ മനുഷ്യരും പേടിക്കും. പേടിച്ച് വിറച്ച് നിൽക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മുഅ്മിനീങ്ങളായി ജീവിച്ച് ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് പിന്നെ നിറച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരുടെ അരികിലേക്ക് മലക്കുകൾ വരുമ്പോൾ പറയും, ഞങ്ങളുടെ രൂപം കണ്ടും ഭാവം കണ്ടും നിങ്ങൾ പേടിക്കണ്ട. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫർജ്, പിന്നെ അത്തരം ആളുകളോട് അള്ളാഹു പറയും, നിങ്ങളെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങൾ പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാക്കളാണ്. ഫർജിഇല, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇനി മടങ്ങിക്കൊള്ളുക. എങ്ങനെ? പിന്നെ അള്ളാഹുവിലേക്കും അവന്റെ അടിമകളിലേക്കും നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമെന്നാണ്. നോക്കൂ, അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നോ അടുത്ത സമയത്തോ നാളെയോ ഒക്കെ അള്ളാഹു സംവിധാനിച്ചത് നിശ്ചയിച്ചത് പ്രകാരം ഒരു മരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, മരണത്തിന്റെ കാഴ്ചകൾ ഏറ്റവും ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ, മലക്കുകൾ നമ്മളെ സമാധാനപ്പെടുത്തി, നമ്മളെ തൃപ്തിപ്പെടുത്തി, പേടിക്കുന്ന നമ്മളെ ഭയമൊട്ടുമേ വേണ്ട എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത്, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ സഹിച്ചത്, ക്ഷമിച്ചത്, ഏത് സ്വർഗത്തിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അടക്കി വെച്ച് ഹറാമിലേക്ക് പോകാതെ നിങ്ങളെ നിയന്ത്രിച്ചത്, ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നവരിലായിരിക്കും നമ്മൾ പെടുക. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു ചിത്രം കൂടെയുണ്ട്. അതെന്താണ്? മലക്കുകൾ ഇദാ തവഫത്തുഹുമുൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരെ മരണപ്പെടുത്തുന്ന അല്ലെങ്കിൽ മരണത്തിന്റെ വേളയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ വരുന്ന മലക്കുകൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ പുറത്തും അവരുടെ മുഖത്തുമൊക്കെ അടിച്ചായിരിക്കും അവരോട് പെരുമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റൂഹ് ഇങ്ങനെ ശരീരം വിട്ടു പോകാൻ ഒട്ടും താല്പര്യപ്പെടാതിരിക്കും. പേടിച്ച് ആർത്തട്ടഹസിച്ച് കരയും. വലിയ ഒച്ചയിൽ കുറച്ചുകൂടെ സമയം വേണമെന്ന് വിലപിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മലക്കുകൾ അങ്ങനെ അവരുടെ വിളിക്കും, അവരുടെ കാരുണ്യത്തിന്റെ തേട്ടങ്ങൾക്കും ഒന്നും മറുപടി കൊടുക്കുന്നവരല്ല. റൂഹ് ശരീരം വിട്ടു പോകാൻ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും അവരുടെ പുറത്തുമൊക്കെ അടിച്ച് വിരൂപികളായ രൂപത്തിൽ മലക്കുകൾ അവരെ അഭിസംബോധന ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വരെയുള്ള നമ്മുടെ ഒരു കർമ്മങ്ങളൊക്കെ വെച്ച് അള്ളാഹു അത് അളക്കുകയും തൂക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർമ്മങ്ങളുടെ ബലാബലത്തിൽ മലക്കുകളെ നമ്മൾ കാണുന്ന നിമിഷം മുതൽ നമ്മൾ ആസ്വദിക്കാനിരിക്കുന്ന, നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന യഥാർത്ഥമായ ലോകത്തിന് വേണ്ടി നമ്മൾ എന്താണ് തയ്യാറെടുത്തിട്ടുള്ളത്? തെക്കുവയുണ്ടോ? കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഒരു അടിമയിൽ നിന്ന് ഏറ്റവും ഇഷ്ടത്തോടുകൂടെ സ്വീകരിക്കുന്ന കർമ്മങ്ങൾ എന്താണ്? ഫർളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പൊ നമുക്ക് സ്രഷ്ടാവിനോടും സൃഷ്ടികളോടും നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ പൂർത്തിയാക്കി എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഇങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു അഅറാബി വന്നുകൊണ്ട് പറയാണ്, പ്രവാചകരെ, ഞാൻ ഷഹാദത്ത് കലിമ അംഗീകരിച്ചിട്ടുണ്ട്, 5 നേരം നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായാൽ സക്കാത്ത് കൊടുക്കും, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും, ഒരു തവണ ഹജ്ജും ചെയ്യും, ഇതിലൊന്നും അധികരിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ പരലോകത്ത് എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കും. മനുഷ്യന് വലിയ സന്തോഷമായി. ഇദ്ദേഹം തിരിച്ചിങ്ങനെ മടങ്ങിപ്പോകാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ, പറഞ്ഞതിനോട് അദ്ദേഹം കൂറു പുലർത്തുമെങ്കിൽ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും. ആവർത്തിച്ച് 3 തവണ അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പറഞ്ഞു എന്നാണ്. ഇപ്പൊ എന്താ സംഭവം? ഒരു വ്യക്തി മുസ്ലിം എന്ന നിലക്ക് അള്ളാഹു നമുക്ക് നിർബന്ധമായി ബാധ്യതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് പരിപൂർണമായി നമ്മൾ നിർവഹിച്ചു എന്ന് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെങ്കിൽ പിന്നെ സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കാരം അതാണ് ഏറ്റവും പ്രധാനം. അവിടെ നിന്ന് കഴിഞ്ഞൊരു വർഷവും അല്ല നമ്മുടെ ആയുസ്സിലും
അതിലൊരു വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. സൃഷ്ടികളോട്, സൃഷ്ടാവിനോടുള്ള ബാധ്യതയിൽ ഏറ്റവും ആദ്യത്തെ ബാധ്യത തൗഹീദാണ്. പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്ന 17 തവണ അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന കരാറാണ്. രണ്ടാമത്തത് നിസ്കാരമാണ്. അത് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലും ആലോചന നടത്തലുമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇനിയോ സക്കാത്ത്, അത് നമ്മൾ സമ്പത്ത് കണക്ക് കൂട്ടി കൊടുക്കേണ്ടവരങ്ങനെ കൊടുത്തിട്ടുണ്ടോ? നോമ്പ് അതങ്ങനെ നോറ്റ് വീട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സാന്ദർഭികമായി പറയാൻ, ഇപ്പൊ നമ്മൾ റജബ് മാസത്തിലാണുള്ളത്. ന്യൂ ഇയർ വന്നതും ജനുവരി ആയതൊക്കെ നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ റജബ് ആയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ 12 മാസം, അതിൽ 4 എണ്ണം അത് പവിത്രമാണ്. 4 എണ്ണം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൽ മുതവാലിയാത്ത്, 3 എണ്ണം ഇങ്ങനെ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ഇനിയോ പിന്നെ 4മതൊരു മാസം ഏതാണ്? അത് റജബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത് എന്ന് കരുതി പ്രത്യേകമായി എന്തെങ്കിലും ഇബാദത്തുണ്ടോ? അതൊന്നും റജബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അല്ലെ? പവിത്രമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഈ മാസത്തിൽ എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ആളുകൾ റജബ് പവിത്രമായ മാസത്തെ ആചരിക്കുന്ന അനാചാരങ്ങളെ കൊണ്ട് ആചരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ. ഷാഫി മദ്ഹബാണ് എന്നാണ് അവർ പറയുക. ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ. എത്രയോ തവണ നമ്മൾക്ക് പേര് കേട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ സ്വഹീഹുൽ ബുഖാരിക്ക് വിഖ്യാതമായ വിശദീകരണം രചിച്ചിട്ടുള്ള ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലക്ക് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. എന്താ? റജബ് മാസത്തിൽ ആളുകൾക്കുള്ള ആശങ്കയെ തബീനുൽ അജബ് ബിമാ വറദ ഫീ റജബ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. റജബ് മാസത്തിലുള്ള ആശങ്കകളെ പരിഹരിക്കാൻ വിശദീകരിക്കുന്ന ഗ്രന്ഥം എന്നാണ് ആ കുറിപ്പിന്റെ പേര്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസും റജബിലെ ഏതെങ്കിലും ഒരു പ്രത്യേക കർമ്മത്തെ കുറിച്ചില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ നോമ്പിനെ കുറിച്ചില്ല, ഏതെങ്കിലും ഒരു രാത്രിയുടെ നിസ്കാരത്തെ കുറിച്ചില്ല എന്ന് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതാണ് ശരിയായ രീതി. എന്നാൽ റജബ് എല്ലാ പവിത്രമായ മാസങ്ങളോടും നമ്മൾ പൊതുവെ പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. ഇമാം ഖതാദ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, പവിത്രമായ മാസത്തിൽ തിന്മകൾ ചെയ്യുന്നത് അഅ്ലമു ദംബൻ, അത് വളരെ വലിയ അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള പാപമാണ്. കാരണം എന്താ? അള്ളാഹു പവിത്രം എന്ന് പഠിപ്പിച്ച ഒരു സമയത്തിന് പവിത്രത കൊടുക്കാതിരിക്കുകയും അനാദരവ് കാണിച്ച് തിന്മ ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നത് അത് തഖ്വയുടെ ഭാഗമാണ്. അതിന് വിപരീതാർത്ഥം എന്താണ്? ആരാണോ അള്ളാഹു പവിത്രമാക്കിയതിനോട് ബഹുമാനം കാണിക്കാതിരിക്കുന്നത് അത് തഖ്വ ഇല്ലായ്മയുടെ ഫലവുമാണ് എന്നാണല്ലോ അതിന്റെ വിപരീതാർത്ഥം. അതുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു, റജബിലേക്ക് നമ്മൾ എത്തിയാൽ കൂടുതൽ സൂക്ഷ്മത നമ്മൾ പുലർത്തണം. ഹറാമുകൾ വരാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തലാണ് റജബിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു പൊതുവെ ഉള്ളൊരു മര്യാദ. പ്രത്യേക നോമ്പുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ മിഅ്റാജിന് പ്രത്യേകമായ എന്തെങ്കിലും ദീർഘമായ നിസ്കാരങ്ങളുണ്ടോ? ഇല്ല. റജബിൽ മാത്രം ആളുകൾ റഗായിബ് നിസ്കാരം എന്ന് പറഞ്ഞൊരു പ്രത്യേക നിസ്കാരം നിർവഹിക്കാറുണ്ട്, 12 റക്അത്ത്. അതുണ്ടോ? അതില്ല. ഇതൊന്നുമില്ല. എന്നാൽ തന്നെയും നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. റജബിലായാൽ നമ്മൾ പള്ളിയിലൊക്കെ കയറിയാൽ, പ്രത്യേകിച്ച് സമസ്തക്കാരെ പള്ളിയിൽ കയറിയാൽ നമ്മളൊരു പ്രാർത്ഥന കേൾക്കും. എന്താ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. 2 മാസപ്പുറത്ത് റമളാൻ വരികയാണല്ലോ, 2 മാസം. ഇതിപ്പോ റജബായി കഴിഞ്ഞാൽ അടുത്ത മാസം ശഅബാനാണ്, പിന്നെ റമളാനാണ്. അപ്പോൾ ലഈഫായ പ്രവാചകന് സ്ഥിരപ്പെടാത്തൊരു ഹദീസാണ് ഈ രൂപത്തിലുള്ള പ്രാർത്ഥന. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് നൽകണമേ, വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമളാനിൽ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ എന്നതൊരു ദുർബലമായ ഹദീസാണ്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് സുന്നത്തുമല്ല. എന്നാലോ 6 മാസം മുമ്പ് സലഫുകളുടെ രീതിയാണ്, അവർ റമളാനിനെ ചോദിക്കുമായിരുന്നു ആഫിയത്തോടുകൂടെ. അള്ളാഹു പരിശുദ്ധമാക്കിയ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ, ഏറ്റവും മനോഹരമായ രാത്രികൾ, അതിനെ ഹയാത്താക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു കാലയളവായി അതിനെ മാറ്റാൻ വേണ്ടി സലഫുകൾ 6 മാസം മുമ്പ് തന്നെ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്, അള്ളാഹു നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നിസ്കാരം, അത് കഴിഞ്ഞാലുള്ള നോമ്പ്. നമുക്കൊക്കെ കഴിഞ്ഞ റമളാനിൽ എന്തെങ്കിലും അവസ്ഥയിൽ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ ഈ റമളാനിന് മുമ്പ് നിർബന്ധമായും നോറ്റ് കൂട്ടണം. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നോറ്റ് വീട്ടിയാൽ മാത്രം പോരാ, കഫാറത്തും കൊടുക്കേണ്ടി വരും. എങ്ങനെ? ഒരു റമളാനിൽ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, ശറഈയായി ഉള്ള ഉഴുതർ കൊണ്ട്, യാത്രയായിരുന്നു, രോഗമായിരുന്നു,
ഒക്കെയുള്ള ഉതിർ കൊണ്ട് ഒരു നോമ്പ് നമ്മൾ ഒന്നോ രണ്ടോ എത്രയോ നോമ്പ് നമ്മൾ നഷ്ടപ്പെട്ടു. പിന്നീട് റമദാൻ വരെ നോറ്റ് വീട്ടാനുള്ള ആരോഗ്യസ്ഥിതി എമ്പാടും അള്ളാഹു തന്നിട്ടുണ്ട്. അല്ല, എപ്പോഴൊന്നും നമുക്കൊരു കുഴപ്പമില്ല. എന്നിട്ടൊന്നും നോമ്പ് നോറ്റ് വീട്ടാതെ ഇനി ചിലപ്പോൾ ഒരു മാസം മുഴുവൻ നോമ്പ് നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകാം. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഒരു ഭാരവാഹി ഉണ്ടായിരുന്നു, കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ഒരു ഭാരവാഹി ഉണ്ടായിരുന്നു. റമദാന്റെ തുടക്കത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിലായി. ഏകദേശം 10-14 ദിവസം ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു. ആശുപത്രി കഴിഞ്ഞ് വന്നിട്ടും ആ ക്ഷീണം മാറാത്തതിന്റെ പേരിൽ റമദാനിൽ അവസാനത്തെ 10 ഒരു നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരു മാസത്തെ നോമ്പുണ്ടാകും. എന്നതുപോലെ ഒരു മാസം 10ഉം 20ഉം ഒക്കെ നോമ്പ് നഷ്ടപ്പെട്ടവർ ഈ റമദാൻ വരെ എത്തുന്നതിന് മുമ്പ് നോറ്റ് വീട്ടണം. ആരോഗ്യമുള്ള അവസ്ഥയാണെങ്കിൽ നിർബന്ധമായി നോറ്റ് വീട്ടണം. ഇനി ആരോഗ്യം ഉണ്ടായി അടുത്ത റമദാൻ വരുന്നത് വരെയും ആ നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് വീട്ടുകയും വേണം, ഒപ്പം അതിന് കഫാറത്ത് കൊടുക്കുകയും വേണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട നിർബന്ധമായ ബാധ്യതകൾ അത് വീട്ടിയിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇപ്പൊ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഉണ്ടാവും, നമ്മൾ അനന്തരം എടുക്കാൻ പിന്നെ അനന്തരാവകാശം നമുക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ബന്ധപ്പെട്ടവർ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടാൽ അവർ അനന്തരാവകാശം നമുക്കാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ ബാധ്യതയും നമുക്കാണല്ലോ. അങ്ങനത്തെ ആളുകൾക്കും നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചു, എൻ്റെ ഉമ്മ മരിച്ചു, വ അലൈഹ സൗമുൻ, അവർക്ക് നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുണ്ടായിരുന്നു, ഞാനത് നോറ്റ് വീട്ടേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, സാമ്പത്തികമായി മനുഷ്യരോട് വല്ല ബാധ്യതയും ഉണ്ടെങ്കിൽ അത് നീ ചെയ്യണ്ടേ? നിർബന്ധമായും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അഹഖു അൻ യുഖ്ള, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് വീട്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ, നമ്മുടെ ഉപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, അല്ലെങ്കിൽ നോമ്പ് ബാക്കി ഉണ്ടായിരുന്ന അങ്ങനെയുള്ളവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നോമ്പ് നോറ്റ് വീട്ടാൻ നമുക്ക് ബാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ നോറ്റ് വീട്ടാൻ സമയം കിട്ടി, അത് ബാധ്യതയായിട്ടുണ്ടെങ്കിൽ. ഇനി അല്ല, ഒരു വ്യക്തി നോമ്പ് രോഗിയായി നോമ്പ് നോക്കാൻ പറ്റിയില്ല, അങ്ങനെ തന്നെ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്തു എങ്കിൽ അവരുടെ നോമ്പ് നോറ്റ് വീട്ടേണ്ട കാര്യമില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ നമുക്കൊക്കെ കുടുംബത്തിൽ അങ്ങനെ അടുത്തവരുണ്ടെങ്കിൽ അതുകൂടെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്കുള്ളൊരു മുൻഗണനാക്രമം ദുനിയാവിനല്ല, നമ്മുടെ മുൻഗണന എപ്പോഴും പരലോകത്തിന്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവരുടെ ഒരു പ്രത്യേകത. ഏതായിരിക്കും പരലോകവും ദുനിയാവും തമ്മിലുള്ളൊരു സംഘട്ടനം വന്നാൽ, രണ്ടും ചേരുന്ന ഒരു സ്ഥലം വന്നാൽ, രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഒരു മുഅ്മിൻ തെരഞ്ഞെടുക്കുക അവന്റെ പരലോകത്തെ ആയിരിക്കും. അതാണ് വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്, തഖ്വ സംഭരിച്ചോളൂ. ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് നിർവഹിച്ച് തഖ്വയുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം, മൻ കാനത്തിദ് ദുനിയ ഹമ്മഹു, ആരുടെങ്കിലും ആഗ്രഹവും താല്പര്യവും ദുനിയാവാണ് എങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു, അല്ലാഹു അവന്റെ കാര്യത്തെ അങ്ങോട്ട് വേർതിരിച്ചു കളയും. എങ്ങനെ? വജഅല ഫഖറഹു ബൈന ഐനൈ, അവന്റെ കൺമുന്നിൽ അല്ലാഹു ദാരിദ്ര്യം അവനിട്ട് കൊടുക്കും. അപ്പൊ ഒരു വ്യക്തി ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ താല്പര്യവും ആഗ്രഹവും അവന്റെ എല്ലാ നിലക്കുമുള്ള മുൻഗണനയും ദുനിയാവായി മാറിയാൽ അള്ളാഹു അവന് ദുനിയാവ് പരലോകം അങ്ങനെ പോകുമ്പോൾ ഏതായാലും പോയി, നഷ്ടപ്പെട്ടു. എന്നാൽ ദുനിയാവ് അവന് കിട്ടുമോ? അതുമില്ല. അള്ളാഹു പറയാണ് അവന്റെ കാര്യത്തെ അള്ളാഹു അങ്ങോട്ട് വിഭിന്നമാക്കി കളയും. എന്നിട്ട് അവന്റെ മുന്നിൽ ദാരിദ്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. അങ്ങനെ ദുനിയാവിൽ നിന്ന് എന്താണ് അവന് സമ്പാദിക്കുക? ഒരാളെ എത്ര ദുനിയാവിന് വേണ്ടി പണിയെടുത്താലും അള്ളാഹു അവനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതേ ദുനിയാവിൽ നിന്ന് അവന് സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ എന്താഗ്രഹിക്കണം എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ തന്നെ ഇടും. ഇനി അതല്ല, വമൻ കാനത്തിൽ ആഖിറതു നിയ്യതഹു, ഒരു വ്യക്തിയുടെ ഉദ്ദേശവും അവന്റെ ആഗ്രഹവും ഒക്കെ പരലോകമായി തീരുമ്പോൾ ജമഅ അല്ലാഹു ലഹു അംറഹു, അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ അവന് ഒരു കൂട്ടിക്കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, എന്നിട്ട് അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യത്തെ ഇട്ടുകൊടുക്കും. വആതത്ഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് അവന്റെ പിന്നാലെ അവനെ തേടി ഇങ്ങോട്ട് വരുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാം. പരിശുദ്ധ ഖുർആനും ആ ആശയം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു ഫുർഖാന, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അവന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, അള്ളാഹു അവന്റെ മുന്നിൽ മാർഗങ്ങൾ തുറന്നു കൊടുക്കും. ഇനി അവൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹു അവന് റിസ്കിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തഖ്വ നമ്മുടെ കയ്യിലുണ്ടോ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ പോകുന്നില്ല.
ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ താല്പര്യവും ഉദ്ദേശ്യവും തന്നെ എങ്ങനെങ്കിലുമൊക്കെ പിന്നെ പണം ഉണ്ടാക്കുക, എങ്ങനെങ്കിലുമൊക്കെ പ്രശസ്തി ഉണ്ടാക്കുക, ആരോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടായാലും വേണ്ടില്ല ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ അത് യഥാർത്ഥത്തിൽ തിരിച്ചടിക്കുകയായിരിക്കും ചെയ്യുക. അവന് ദുനിയാവിൽ സമ്പത്ത് ഒരു പക്ഷേ ഇവിടെ നിന്ന് എണ്ണം കൂടുതൽ ചിലപ്പോൾ സമ്പാദിക്കാൻ പറ്റിയേക്കാം, എണ്ണം കൊണ്ട് കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ബറക്കത്തില്ലാത്ത അത്തരം സമ്പത്ത് കൊണ്ട് എന്താണ് അവർക്ക് ഉപകാരം ഉണ്ടാവുക? പരലോകത്തും അതിന് മറുപടി പറയേണ്ടി വരും, ദുനിയാവിലും അത് ആസ്വദിക്കാനുള്ള ഒരു അവസരം അള്ളാഹു അവർക്ക് കൊടുക്കാതെ വരെ പരീക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജീവിതത്തെ വിലയിരുത്തുമ്പോൾ, കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്തി പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ പിന്നെ ആഗ്രഹങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണനാക്രമം അത് പരലോകത്തിനാണ്. സമ്പത്തിനും സന്തോഷത്തിനും ദുനിയവിയായ ചുറ്റുപാടിനുമൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ പ്രയോറിറ്റി, മുൻഗണനാക്രമം എപ്പോഴും എന്തായിരിക്കണം? അത് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനായിരിക്കണം. അത് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വരൂപിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, എന്തെങ്കിലുമൊക്കെ അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർവഹിച്ചു പോകുന്നതിന് വേണ്ടിയായിരിക്കണം. രണ്ട് അനുഗ്രഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും വഞ്ചിതരാണ്. എന്താ രണ്ട് അനുഗ്രഹം? ഒന്ന് അസ്സിഹത്തു വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവു സമയമാണ്. ഇതേ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേയുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബല ഹറമിക, ഹയാതിക ഖബല മൗതിക, ശുഗ്ലിക ഖബല ഫറാഗിക ഖബല ശുഗ്ലിക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഇത് പിന്നെയും എടുത്തു പറഞ്ഞു. മരണത്തിന് മുമ്പേയുള്ള ഒരു ജീവിതം അത് നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പേയുള്ള നിങ്ങളുടെ യൗവനം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പേയുള്ള സമ്പത്ത് കാലം ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ പഠിപ്പിച്ച ഒന്നാണ് നിങ്ങളുടെ തിരക്കുള്ള ജീവിതം, തിരക്കിട്ട സമയം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയം, ഇതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം. കഴിവുള്ള സമയത്ത് ആണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിവുള്ള സമയത്ത് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണം. സമ്പാദ്യം ഉള്ളപ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ, ആരോഗ്യമുള്ളപ്പോൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ, സമയം അത് ഉള്ളപ്പോൾ ആ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ അതിന് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയാണ് കഴിഞ്ഞൊരു ജീവിതത്തെ, കഴിഞ്ഞൊരു കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. രണ്ടർത്ഥത്തിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്യുന്നത് ആ നന്മയുടെ പ്രതിഫലം അവർ കാണും. ഇനി ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലവും അവർ കാണും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അണുമണി തൂക്കം നന്മയും തിന്മയും അള്ളാഹു വേർതിരിക്കുമെന്ന് പറഞ്ഞ ആ വേർതിരിച്ച് നീതിക്കനുസരിച്ച് അള്ളാഹു നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞ പരലോകത്തേക്ക് നമ്മൾ എന്താണ് സംവിധാനിച്ചത്, എന്താണ് സമ്പാദിച്ചത്? രണ്ടും നമുക്കറിയാലോ. നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും നമുക്കറിയാം. സഹോദരങ്ങളെ, നമ്മൾ അതിൽ തന്നെയും കൂടുതൽ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യം രഹസ്യ ജീവിതത്തിൽ കുറച്ചൊക്കെ സമ്പാദ്യം ഉണ്ടാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കണ്ണുകൾ അത് നരകം സ്പർശിക്കുകയില്ല. അതാ 2 കണ്ണ്, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണാണ്, 2 അള്ളാഹുവിന്റെ മാർഗത്തിൽ കണ്ണുനീര് പൊഴിച്ചിട്ടുള്ള കണ്ണാണ്. നമ്മളൊക്കെ എന്തൊക്കെ കാര്യത്തിന് കരഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് കരഞ്ഞിട്ടുണ്ട്. 100% അവരുടെ കുടുംബകാര്യത്തിനും അവരുടെ സമ്പത്ത് ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് എന്ന് ഉറപ്പുള്ള, ക്യാമറക്ക് മുന്നിൽ അഭിനയിച്ചതാണ് എന്ന് 100% ഉറപ്പുള്ള രംഗങ്ങൾ കണ്ട് നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്, അല്ലെ? ദുനിയവിയായപ്പോ നോക്കൂ, നമുക്ക് എത്ര വേദന ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. വയനാട്ടിലെ അപകടം നടന്ന സമയത്ത് അതിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ടോ ഉള്ളതല്ലല്ലോ. നമുക്ക് എത്ര പ്രയാസം. ആ കുട്ടികളുടെ, ഫലസ്തീനിലെ കുട്ടികളുടെ കാഴ്ചയും അവരുടെ വർത്തമാനങ്ങളും രംഗങ്ങളും ഒക്കെ വീഡിയോയും ദൃശ്യമൊക്കെ ആയി വന്നപ്പോൾ നമ്മളുമായി ഒരു രക്തബന്ധമൊന്നും ഇല്ലെങ്കിൽ കൂടെ നമ്മൾ അത് നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കരയാത്ത ആരും ഉണ്ടാകില്ല. ഒരു കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവരുടെ ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഒരു പരലോകത്തെ ആലോചിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. സലഫുകളൊക്കെ അതൊരു വലിയ മേഖലയാണ്. അൽ ബുക്കാഉ മിൻ ഖശിയത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സലഫുകളുടെ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു അധ്യായമായി തന്നെ പഠന വിഷയമാണ്. കരയാത്ത ആരാ ഉള്ളത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങോട്ട് എടുത്തോളൂ. ഏത് സ്വഹാബി വര്യരുടെ ചരിത്രത്തിലാണ് അള്ളാഹുവിനെ പേടിച്ച് കരയാത്ത ഒരു സ്വഹാബിയെ കുറിച്ച് നമുക്ക് കാണുക സാധ്യമല്ല. രഹസ്യ ജീവിതത്തിൽ കുറച്ച് അങ്ങനെ നമുക്ക് ഉണ്ടാകണം, അങ്ങനെ ഉണ്ടാകണം, നിർബന്ധമായും ഉണ്ടാകണം. ആരും അറിഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്, നമ്മൾ വുളു എടുത്തിട്ടുണ്ട്, നമ്മൾ കരഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോട് കരഞ്ഞ് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. അത് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഉറക്കൊഴിക്കണം റബ്ബിന് വേണ്ടി. ഏത് പ്രായക്കാരും ഉറക്കൊഴിക്കണം. ഇതും ജീവിതത്തിൽ ഉറക്കൊഴിക്കാത്ത ആരുമില്ലല്ലോ, ആരും ഉണ്ടാകില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മുടെയെങ്കിലും ഒരു കല്യാണത്തിന്റെ സമയത്ത് നമ്മളൊക്കെ ഉറക്കൊഴിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ അങ്ങനെ പല ഘട്ടങ്ങളും നമ്മൾ ഉറക്കൊഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രാത്രിയെങ്കിലും നമ്മുടെ പരലോകത്തിന് വേണ്ടി ഉറക്കൊഴിക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ? അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നമ്മളൊരു ആലോചന നടത്തേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ മുന്നിൽ നിർത്തി എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു നമ്മളുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് അറിഞ്ഞോളുന്നില്ല, നമ്മുടെ മക്കൾക്ക് അറിഞ്ഞോളണമെന്നില്ല, നമ്മളെല്ലാ ക്രയവിക്രയങ്ങളും അറിയുന്ന നമ്മളെ പാർട്ട്ണറിന് അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഒരാളോടും അനീതി പ്രവർത്തിക്കാത്ത റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച്. ആ കർമ്മങ്ങളെ വിചാരണക്കെടുക്കുന്ന വേളയിൽ നമ്മളൊരു സ്വയം വിചാരണ നടത്തേണ്ടത് തഖ്വയെ ബാധിച്ചും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുമൊക്കെ മുന്നോട്ട് പോകാനുള്ള എന്തെന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അത് സമ്പത്തായും ആരോഗ്യമായും പിന്നെ നന്മകളായി എന്താണ് അങ്ങനെ നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മളൊരു പുനർവിചിന്തനം നടത്തുകയാണ്. ഒരു വർഷം കൂടെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ അതൊരു അടഞ്ഞ അധ്യായമായി മാറിപ്പോകുമ്പോൾ നമ്മളൊരു ആത്മവിചാരണക്ക് എടുക്കേണ്ടത്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യനാളിനോടനുബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകൂനു ബൈന യദൈ സാഅതി ഫിതനുൻ കഖിത്ഇൽ ലൈലിൽ മുദ്ലിം. അന്ത്യദിനം അവസാനിക്കുന്നതിന് മുമ്പ്, അതിനോട് അടുക്കുന്നതിന് മുമ്പ് എന്തുണ്ടാകും? ഫിത്നകൾ ഉണ്ടാകും. ഫിതനുൻ അതൊരു ബഹുവചനാണ്. ഫിത്നകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏതുപോലെ? കഖിത്ഇൽ ലൈലിൽ മുദ്ലിം, കട്ട പിടിച്ച ഇരുട്ടുള്ള രാത്രിയുടെ അന്ധകാരത്തെ പോലെ ഫിത്നകൾ ഒഴുകുന്ന ഒരു സമയം ഉണ്ടാകും. എന്നിട്ട് അതിന്റെ അടയാളത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിനൻ വയുംസി കാഫിറൻ. രാവിലെ മുഅ്മിനായി നേരം വെളുത്തൊരു വ്യക്തിയായിരിക്കും, പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ മതഭ്രഷ്ട് സംഭവിച്ച വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. നേരെ തിരിച്ചുണ്ടാകും, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ. എന്താണിത് സംഭവിക്കാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യബീഉ അഖ്വാമുൻ ദീനഹും ബിഅറളിൻ മിനദ് ദുനിയ. ദുനിയവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീന് വിറ്റ് കളഞ്ഞ് ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ദീന് തന്നെ ഒഴിവാക്കി പോയി. ഇങ്ങനൊരു വ്യവസ്ഥ, ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഏറെക്കുറെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കൺമുന്നിൽ കാണുന്നൊരു സമയമാണ് ഇപ്പം അല്ലെ? എന്താണ്, എന്തിനു വേണ്ടിയാണ് മനുഷ്യർ അള്ളാഹു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സത്യത്തെ നിഷേധിക്കുന്നത്? ഇഷ്ടപ്പെട്ടത് ചെയ്യാനാണ്, തോന്നിയത് ചെയ്യണം. മനസ്സാഗ്രഹിക്കുന്നത് ചെയ്യാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പറ്റില്ല. വസ്ത്രത്തിന്റെ വിഷയത്തിലായാലും ആസ്വാദനങ്ങളുടെ വിഷയത്തിലായാലും എന്ത് കാണണമെന്നും എന്ത് സമ്പാദിക്കണമെന്നും എന്ത് സമ്പാദിക്കരുത് എന്നും എന്ത് കാണരുത് എന്നും ലൈംഗികമായ ആഗ്രഹങ്ങളും ലൈംഗികമായ ആസ്വാദനങ്ങളും ഏതൊക്കെ വഴിയിലൂടെ പാടുണ്ട് പാടില്ല എന്നും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് മുസ്ലിം ആയാൽ എനിക്കൊന്നും പറ്റൂല, സിനിമ കാണാൻ പറ്റൂല, പാട്ട് കേൾക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടൊരു ബന്ധമുണ്ട്, അവളുടെ ദീനൊന്നുമല്ല, അവളുടെ സൗന്ദര്യവും അവന്റെ സൗന്ദര്യമൊക്കെയാണ് എന്നെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ പണമാണ് ആകർഷിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പറ്റില്ല. എന്ന മതം കളയുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യബീഉ ദീനഹും ബിഅർളിൻ മിനദ് ദുനിയ. ദുന്യവിയായ എപ്പോഴും അവസാനിച്ചു പോയേക്കാവുന്ന ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി മതം തന്നെ ഒഴിവാക്കി കളയും, വിറ്റ് കളയും. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും ആകുമ്പോൾ മുഅ്മിനും കാഫിറും മാറി മാറിയാകുന്ന രൂപത്തിലേക്ക് എത്തുമെന്നാണ്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് ഏകദേശമൊക്കെ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്കിങ്ങനെ തോന്നും അല്ലെ? ഇവിടെ നമുക്കുള്ളൊരു ബാധ്യത ഉണ്ട്. അതെന്താ? യഥാർത്ഥത്തിൽ അടിയുറച്ചുകൊണ്ട് ദീൻ അറിയുകയും പഠിക്കുകയും ചെയ്യലാണ് അതിന്റെ അടിസ്ഥാനപരമായ ചികിത്സ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണ് അള്ളാഹുവിനെ പേടിക്കുക? അള്ളാഹുവിനെ പേടിക്കുന്നവർ അറിവുള്ളവർ മാത്രമാണ്. അവർക്കേ പറ്റൂ. കൃത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം
ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചും നിർണയിച്ചും മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് ആ അറിവുണ്ടാവുക എന്ന് പറയുന്നത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഫിത്ന ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലുമാണ് വരിക. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു നിരീശ്വരവാദിയുടെ വാദങ്ങൾ കേൾക്കണമെങ്കിൽ എന്ത് വേണം? നിരീശ്വരവാദികൾ നടത്തുന്ന പ്രസംഗ പരിപാടികൾ, ഇതുപോലെ നടത്തുന്ന സംസാരങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോഴാണ് മതത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഇത്തരം വാദങ്ങളും വാദഗതികളും ഒക്കെ നമ്മൾ കേൾക്കുക എങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സോഷ്യൽ മീഡിയയിൽ അവരുടെ അരികിലേക്ക് ഇങ്ങോട്ട് ഫീഡ് ചെയ്യപ്പെടുകയാണ്. ഇസ്ലാം വിരുദ്ധതയും മതവിരുദ്ധതയും ഒക്കെ ഇങ്ങോട്ട് ഫീഡ് ചെയ്യപ്പെടുകയാണ്. അന്വേഷിച്ചൊന്നും പോണ്ട, ആരുടെ ഈ സദസ്സിൽ പോയി ഇരിക്കണ്ട. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ പേടിയുണ്ടാകും. അങ്ങനെ സദസ്സിലൊന്നും നമ്മൾ പോകൂല, നമ്മളെ കുട്ടികളും പോകൂല. പക്ഷേ അവരുള്ളയിടത്തേക്ക് അവരുടെ ഭാഷയിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്തി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഈ രൂപത്തിലുള്ള ആശയങ്ങളൊക്കെ വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അറിയാത്ത രൂപത്തിലും വളരെ കൃത്യമായും പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ളപ്പം അടിയുറച്ച വിശ്വാസം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഒരു വലിയ അധ്യായം ഉണ്ടല്ലോ. അതെന്താ? സാഹിര്യങ്ങൾ മുഴുവൻ വിളിച്ചുവിട്ടുന്നു. ആര് വിളിച്ചുവിട്ടുന്നു? ഫിറൗൻ വിളിച്ചുവിട്ടുന്നു. ആരാ പൈസ ഇറക്കിയത്? ഫിറൗനാണ്. ആരാണ് ഈ സാഹിര്യങ്ങളെ? തഫ്സീറിലൊക്കെ കാണാം, ഇന്ത്യയിൽ നിന്ന് വരെ അഗ്രഗണ്യരായ സാഹിര്യങ്ങൾ അങ്ങോട്ട് പോയിരുന്നു എന്നാ ഫിറൗന്റെ ക്ഷണക്കത്ത് കിട്ടിയിട്ട്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള അഗ്രഗണ്യരായ സാഹിര്യങ്ങൾ മുഴുവൻ പണം കൊടുത്ത് ചെലവിനൊടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഫിറൗനാണ്. എന്നിട്ടൊരു ദിവസം അവർ നിശ്ചയിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത്, സാഹിര്യങ്ങൾ മറുഭാഗത്ത്. മൂസാ നബിയോട് പറഞ്ഞു ഇട്ടോളൂ. മൂസാ നബി പറഞ്ഞു നിങ്ങൾ ആദ്യം ഇട്ടോളൂ. അങ്ങനെ ഇട്ടു. അവരുടെ കയ്യിലുള്ള കയറുകളും വടികളും ഒക്കെ പാമ്പായ രൂപത്തിൽ ആളുകൾക്ക് തോന്നി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹു വടി താഴെടാൻ പറഞ്ഞു, അത് പാമ്പായി. എന്നിട്ട് ഈ യഥാർത്ഥത്തിൽ പാമ്പായി മാറിയത്, കൺകെട്ടു വിദ്യയിലൂടെ പാമ്പായി മാറിയതിനൊക്കെ ഭക്ഷിച്ചു കളഞ്ഞു. ഈ കാഴ്ച നേർക്ക് നേരെ കണ്ട സാഹിര്യങ്ങൾ അപ്പാടെ വിശ്വസിച്ചു. അവർ ഫഖഉ ലഹു സാജിദീൻ, അവർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണുകൊണ്ട് പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങൾ ഇതാ മൂസയുടെയും ഹാറൂന്റെയും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഫിറൗൻ അവരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, ആമൻതും ഖബ്ല അൻ ആദന ലക്കും, നിങ്ങളെ പണം കൊടുത്തു കൊണ്ടുവന്നവൻ ഞാനാണെങ്കിൽ എന്നോട് സമ്മതം ചോദിക്കാതെ നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചുവെന്നോ? എങ്കിൽ ഞാൻ എന്താക്കും? നിങ്ങളുടെ കൈകാലുകൾ വിപരീതമായി വിച്ഛേദിച്ച് കളഞ്ഞ് അജ്മഈൻ, നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ കുരിശിലേക്ക് കയറ്റിക്കളയും എന്ന് ഫിറൗൻ പ്രഖ്യാപിച്ചു. അപ്പൊ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഫഖ്ലി മാ അൻത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, നീ എന്താണോ കൂട്ടിയത് അത് നീ വിധിച്ചോ. ആത്യന്തികമായി വിധിക്കാനുള്ള നിയമവും ആത്യന്തികമായി വിധിക്കാനുള്ള അവകാശവും നിനക്കില്ല. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ദുന്യവിയായ ജീവിതത്തിൽ ഒരൊറ്റ തവണ നമ്മുടെ ഉപദ്രവിക്കാനാണ് നിനക്ക് പറ്റുക എന്ന് സാഹിര്യങ്ങൾ പറഞ്ഞു എന്നാണ്. എന്നിട്ട് നമുക്ക് കാണാൻ തഫ്സീറിൽ ഫിറൗൻ എന്താണോ പറഞ്ഞത് അത് ചെയ്തു. സാഹിര്യങ്ങളൊക്കെ കൈകാലുകൾ വിപരീതമായി കൊത്തുകയും കുരിശിൽ കയറ്റുകയും ചെയ്തു. ഈ സാഹിര്യങ്ങളുടെ ഒരു ഈമാൻ ഉണ്ടല്ലോ, കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. പക്ഷെ എന്താ? ചെയ്യുമെന്ന് ഉറപ്പുള്ള, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്ന് ഉറപ്പുള്ള അധികാരം കയ്യിലുള്ള ഫിറൗൻ അവരെ മുഖത്തു നോക്കി ഇതാ കൈകാലുകൾ വിപരീതമായി കൊത്തുകയും പിടിച്ച് കുരിശിൽ കയറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും അത് ഇനി എന്തൊക്കെ ചെയ്താലും കണ്ടത് കൂട്ടിക്കോ, ഞാൻ എൻ്റെ റബ്ബിൽ മൂസയും ഹാറൂനും അലൈഹി വസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആ സാഹിര്യങ്ങൾക്ക് ഉള്ള കൊടുത്ത ബലം എന്താണ്? യഖീനാണ്, ഉറപ്പാണ്. ആ ഉറപ്പ് പഠനങ്ങളിലൂടെ നമ്മളും നേടുക എന്നതാണ് ഫിത്നയുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കുറയല്ല, കൂടാ ചെയ്യാം. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ കൂടാ ചെയ്യാം. ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ ദീനിനകത്തുള്ള ഫിത്നയെ കുറിച്ചാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഹറാമുകൾ സംഭവിക്കുന്ന ഫിത്നകളെ കുറിച്ചാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. പ്രണയവും ലഹരിയും ഇതൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒരു വിഷയമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ വിഷയത്തിലേക്ക്, അതിനേക്കാൾ വലിയ ഫിത്നയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതെന്താ? മതം തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാലവും സമൂഹമൊക്കെ എത്തി എന്നതാണ്. മാത്രമല്ല, ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ ആദർശവൽക്കരിക്കാൻ പറ്റുന്ന ഒരു പരിസരം, ഒരു ബൗദ്ധിക പരിസരം ഇവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ തോന്നിയാസവും ചെയ്യാം. കാരണം എന്താ? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന അടിസ്ഥാനം അവരെ കൊണ്ട് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തോന്നിയാസവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ കുട്ടികളും ചിന്തിക്കുന്നത് അതാണ്, എല്ലാം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആദർശപരമായി കിട്ടുമെങ്കിൽ അതിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടാൻ. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഒക്കെ സൂചിപ്പിക്കാനുള്ളത്, നമുക്കുള്ള ബാധ്യത എന്താ? നമുക്കുള്ള ബാധ്യത ഈ കാലഘട്ടത്തിൽ
യഥാർത്ഥമായ അറിവ് നേടാൻ നമ്മൾ പരിശ്രമിക്കുക, അതിന്റെ പിന്നാലെ നമ്മൾ ഉണ്ടാവുക എന്നതാണ്. അതാണ് ശരി അല്ലെ? ഒരു ഭാഗത്ത് ഇതൊക്കെ നിഷേധിക്കുകയും അതിന്റെ നിഷേധത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്ന രൂപത്തിൽ, നമ്മൾ ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുക. ആ പഠനമാണ് ഇതിന്റെ ഏറ്റവും മൂല്യവത്തായ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരവും ചികിത്സയും എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഒരു വർഷം മാത്രം നമ്മൾ എടുക്കുക. എന്താ നമ്മൾ കൂടുതലായി പഠിച്ചത്? എത്ര ആയത്തുകൾ കൂടുതലായി പഠിക്കാൻ നമുക്ക് പറ്റി? എത്ര ഹദീസുകൾ കൂടുതലായി അതിന്റെ ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? എത്ര സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്? 168 മണിക്കൂർ ആഴ്ചയിലുണ്ട്. ഈ 168 മണിക്കൂറിൽ പലരും പല പ്രതിബന്ധങ്ങളും ഉണ്ടായപ്പോഴും ശ്വാസോച്ഛ്വാസ പ്രക്രിയ നിലക്കാതെ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഈ 168 മണിക്കൂറിൽ എത്രയാണ് ആഴ്ചയിൽ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് പഠിക്കാൻ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി, ഭൗതികമായി പഠിക്കുന്ന ഒരു കുട്ടി, അവന് പിന്നെ EVS എന്ന് പറഞ്ഞിട്ട് നമ്മൾ LP പഠിക്കുമ്പോൾ പഠിക്കുന്ന കെമിസ്ട്രി അല്ല തുറന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുക. അതിനടിസ്ഥാനം അവിടെ പാകിയിട്ടുണ്ടാകും. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വികസിച്ച് വരും. എല്ലാ കാര്യവും അങ്ങനെയാണ്. എന്തൊക്കെ പ്രായത്തിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. 2019 മുമ്പ് ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു വാക്ക് അറിയുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ക്വാറന്റൈൻ എന്നാൽ 2019 ശേഷം ഏത് പ്രായമായ മനുഷ്യനും നമ്മളൊക്കെ പേര് പോലെ ഇപ്പൊ ആ വാക്ക് പഠിഞ്ഞിട്ടുണ്ട്. എന്താ? അതുമായുള്ള നമ്മൾ കൂടുതൽ ഇടപഴകലാണ് അല്ലെ? ലൈക്കും ഷെയറും കമന്റും ഒക്കെ അറിയുന്ന എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഇപ്പൊ നമ്മൾ അതിനോടൊക്കെ ഫെമിലിയർ ആണ്. എന്താ? നമ്മൾ അതിന്റെ പരിസരത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തും അതിന്റെ അർത്ഥത്തെയും കുറിച്ച് ഇങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിക്കൂ. എന്താ നമ്മൾ പഠിച്ചത് കഴിഞ്ഞൊരു വർഷത്തിൽ? എത്ര ആയത്ത് നമ്മൾ പഠിച്ചു? എത്ര ആയത്തിന്റെ അർത്ഥം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു? നമ്മുടെ വിശ്വാസവും കർമ്മവും ഒക്കെ നിസ്കാരത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുമുള്ള നമ്മുടെ പഠനം അത് മദ്രസയിലെ അടിസ്ഥാനപരമായ ബാലപാഠത്തിൽ തന്നെയാണ് ഉള്ളത്. അല്ല, നമ്മൾ വളർന്നപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറിയപ്പോൾ അതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനവും വികസിച്ചു വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളൊരു പുനർവിചിന്തനം നടത്തണം. ഇനി നമ്മുടെ കുട്ടികൾ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത് അല്ലെ? നോക്കൂ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം അത് കുട്ടികൾ ഒരിക്കലും നിഷേധിക്കാത്ത വിധം അവരിൽ സന്നിവേശിപ്പിക്കാൻ നമുക്ക് പറ്റും, രക്ഷിതാക്കൾക്ക് പറ്റും. അവിടേക്ക് എന്താണ് ഇടപെടാൻ നമുക്ക് സാധിച്ചത്? ഇനി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടെ നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാമത്തു അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് യുർഫഉൽ ഇൽം, അറിവ് ഉയർത്തപ്പെടും. എങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുക? ഒറ്റ രാത്രിയിൽ അറിവൊന്നാകെ ഇല്ലാതാകുമോ? ഇല്ല. പഠിച്ചവർ മനസ്സിലാക്കിയവരൊക്കെ ഉറങ്ങി പിറ്റേ ദിവസം എണീക്കുമ്പോഴേക്കും ആ അറിവ് ഒന്നാകെ നമ്മുടെ മനസ്സൊന്ന് പോകുമോ? ഇല്ല. എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒന്നാകെ കത്തി നശിപ്പിക്കപ്പെടുമോ? അങ്ങനൊന്നുമല്ല. മറിച്ച് യുർഫഉൽ ഇൽം അല്ലെങ്കിൽ പിന്നെ ഖബ്ലുൽ ഇൽം, ഇൽം എങ്ങനെയാണ് പിടിക്കപ്പെടുക, ഉയർത്തപ്പെടുക എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബി ഖബ്ലിൽ ഉലമാ, പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് അത് സംഭവിക്കുക. കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ വർഷങ്ങളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്ര ഗ്രാഹ്യതയുള്ള നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരാണ് വിട പറഞ്ഞു പോയത്. സക്കരിയ സ്വലാഹി റഹിമഹുല്ല, അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ല, ഇങ്ങനെ തുടങ്ങി എത്രയോ ആളുകൾ, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുല്ല, ഇങ്ങനെ പേര് പറയാൻ പറ്റുന്ന അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ, കഴിഞ്ഞ ഒരു 6-7-8 വർഷത്തിനിടയ്ക്ക് നമ്മളിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ അറിവും അവരോടുകൂടെ അവസാനിക്കുകയാണ്. ഇങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇതിന്റെ ഒരു ഘട്ടം ഇവരുടെയൊക്കെ ഒരു മരണത്തിന് ശേഷം, പണ്ഡിതന്മാരുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖദൻ നാസു റൂസൻ ജുഹാല, പിന്നെ ജാഹിലികളായ ആളുകൾ എന്താക്കാൻ തുടങ്ങും? നേതാക്കന്മാരും പണ്ഡിതന്മാരുമായി സ്വീകരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവരോട് പോയി മതവിഷയങ്ങളിലുള്ള ഫത്വകൾ ചോദിക്കും. യസ്തഫ്തൂൻ, എന്നിട്ട് അവരോട് ഫത്വ ചോദിക്കപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് അവർ മതപരമായ മറുപടി നൽകും. യുദില്ലൂൻ, അവർ വഴിപിഴക്കും. അതുപോലെ തന്നെ യദില്ലൂൻ, അവർ സ്വയം വഴിപിഴക്കുകയും ചെയ്യും, അവരൊരു സമൂഹത്തെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തു പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്തം ഒന്ന്, നല്ല അറിവുള്ള പണ്ഡിതന്മാർ ഉണ്ടാകണം. അതിനു വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞു ജാമിയ അൽ ഹിന്ദ് ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആ നിലക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ്, വലിയ ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനമാണ്.
അത് നിലനിൽക്കുക എന്നത്, അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നത്, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുക എന്നത്, അത് നിലനിന്നു പോവുക എന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെയോ സംഘടനയുടെയോ ഒന്നും ആവശ്യമില്ല. അത് നമ്മുടെ ഒക്കെ ആവശ്യമാണ്. എന്ന നിലക്ക് അത് നമ്മുടെ കൂടെ ബാധ്യതയാണ്. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു വിഹിതം സമ്പത്തായി കൊടുക്കണം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് സമ്പത്ത് കൊടുക്കാൻ കഴിയുന്നവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാകാം. പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അറിവ് നേടുന്നിടത്ത് നമ്മൾ എന്താണ് ചെലവഴിക്കുന്നത്, എന്താണ് നമ്മൾ നേടുന്നത് എന്നിട്ടൊരു പുതിയ ഒരു വർഷത്തേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ടാകണം. എന്താ ഇപ്പൊ നോക്കൂ, പഠിക്കുക എന്ന് പറയുന്നതും ഇങ്ങനെ തെസ്കിയത്ത് ഉത്ബോധനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ നാട്ടിൽ ഒരാളെ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊരു പഴയ മുജാഹിദ് പള്ളിയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നു. ഇപ്പൊ സൗഹൃദാസ്ത്രത്തിന്റെ ഭാഗമായി പീസ് റേഡിയോ പരിചയപ്പെടുത്താനും മറ്റൊക്കെ അദ്ദേഹത്തിന് അരികിൽ പോയതാണ്. അപ്പൊ അദ്ദേഹത്തോട് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന് പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പൊ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്, കലുഷിതമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തൊരു പോളിസി എന്ന് പറഞ്ഞാൽ ഖുത്ബ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനാണ് എൻ്റെ തീരുമാനം. ജുമുഅ ഖുത്ബ മാത്രം മതി. വേറെ ഖുർആൻ ക്ലാസ് ഒക്കെ പോയാൽ അതൊക്കെ സംഘടനാ പരിപാടിയാണ്. അപ്പൊ ഞാൻ ജുമുഅ ഖുത്ബ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ദുർബലമായ ഒരു വാദമാണത്. കാരണം ഇപ്പൊ ഞാൻ ഖുത്ബ പറയാറുണ്ട്. ഖുത്ബ പറയുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ, അതിലൂടെ ഒന്നും മതം പഠിപ്പിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം. മറിച്ച് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെ കുറിച്ച് പ്രവാചകന്റെ സ്വഹാബികൾ പറയാണ്, യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. അതാണ് നിർവഹിക്കപ്പെടുക. ഖുർആന്റെ ആയത്തുകൾ ഓതും, പ്രവാചകന്റെ ചരിത്രം പറയും, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതാണ് ഖുത്ബയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനങ്ങളെ ഉത്ബോധിപ്പിക്കൽ മാത്രമാണ് 20-30 മിനിറ്റിൽ നടക്കുന്ന ആ സംഗമത്തിൽ അല്ലെങ്കിൽ ആ ഇബാദത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലൂടെ നമ്മൾ അടിസ്ഥാനപരമായ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളെ ശരിയാക്കാനുള്ള ബോധവും ഒക്കെ നേടിയെടുക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ ഖുത്ബയിൽ നിന്നും പറ്റിക്കൊള്ളും എന്നില്ല. അവിടെ നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം എന്താണ്? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. പഠിക്കുക എന്ന് പറയാൻ അറബി ഭാഷയിൽ വേറെ കുറെ പ്രയോഗങ്ങളാണല്ലോ പ്രയോഗിക്കുക. ത്വലബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവന്വേഷിക്കൽ ഒരു മുഅ്മിന്റെയും മുഅ്മിനത്തിന്റെയും ബാധ്യതയാണ്, ഫർളാണ്, വാജിബായ കാര്യമാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല ആ വാജിബ് ഉണ്ടാകുക. പണ്ഡിതന്മാർ പഠിക്കേണ്ട അളവും അവർ പഠിക്കേണ്ട രീതിയുമല്ല സാധാരണക്കാരായ ആളുകൾ നിർവഹിക്കേണ്ട പഠനത്തിന്റെ രീതിയും അതിന്റെ ഭാവവും രൂപവും ഒക്കെ. പക്ഷേ അറിവന്വേഷിക്കൽ എല്ലാ മുഅ്മിനെ സംബന്ധിച്ചും നിർബന്ധമാണ്. അത് പണ്ഡിതന്മാർ പറയാണ്, നാഫിയായ ഇൽമ എവിടുന്ന കിട്ടാന്ന് ചോദിച്ചാൽ അൽ ഇൽമു യുത്ലബ് വലാ യത്ലുബ്. അറിവ് അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുന്നതേ ഒരു മനുഷ്യന് നാഫിയായ ഇൽമായി മാറുള്ളൂ. യാത്ര ചെയ്തും ചടഞ്ഞുകൂടിയിരുന്നും എഴുതിയും പരിശോധിച്ചും വീണ്ടും വായിച്ചും ഒക്കെ നടത്തുന്ന പഠനം, അതാണ് ത്വലബുൽ ഇൽമ്. അന്വേഷണാത്മകമായി പഠിക്കുക, അതൊരു മനുഷ്യനെ സംബന്ധിച്ച് നിർബന്ധമാണ് എന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാ? തഖ്വ നിലനിർത്താൻ അത് അനിവാര്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി വരുന്നൊരു വർഷത്തെ, കഴിഞ്ഞൊരു വർഷത്തെ നമ്മൾ വിശകലനം നടത്തുമ്പോൾ എന്താണ് ആ നിലക്ക് ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്നതിന് ഞാൻ ഇട്ടൊരു എഫേർട്ട് എന്താണ് അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ച എൻ്റെ ഒരു സമയം എന്താണ്, അധ്വാനം എന്താണ് എന്നത് പരിശോധിക്കുകയും വരുന്ന വർഷത്തിലേക്ക് കുറച്ചുകൂടെയൊക്കെ ദീന് കൃത്യമായി പഠിപ്പിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അതൊരു വ്യവസ്ഥാപിതമായ ഖുർആൻ പഠന സംവിധാനമാണ്. ഇത് നമ്മളൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടാകും. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്തരം ഭാഗങ്ങൾ നമ്മൾ എത്തിപ്പെടുക എന്നത് നിർബന്ധമായ കർമ്മം, ഒരു ബാധ്യതയായി നമ്മൾ കാണണം. ഇനി ഒരു നിലക്കും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന അത്തരം ക്ലാസ്സുകളിലേക്ക് എത്താനുള്ള ഒരു സ്ഥിതിയല്ല നമുക്കുള്ളതെങ്കിൽ പീസ് റേഡിയോ അതിനുള്ള സംവിധാനമല്ലേ? ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ അന്നൂർ ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ പോകുന്നുണ്ട്. കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു പഠനമാണ്. ആക്ടിവിറ്റി ഉണ്ട്, നോട്ട് എഴുതി വെക്കാം, അസൈൻമെന്റുകൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു വ്യവസ്ഥാപിതമായ ഒരു പഠന രീതിയാണ്. ഏത് സ്ത്രീക്കും പുരുഷനും പ്രായമുള്ളവരും ഏത് നാട്ടിൽ നിന്നാലും കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന യൂട്യൂബും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന അതേ എന്താ പറയാ ഗാഡ്ജറ്റ്, അതേ ഉപകരണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആക്സസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്ത് ന്യായം പറയാൻ നമ്മുടെ കയ്യിലില്ല എന്നർത്ഥം. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും ഒക്കെ പഠിച്ചു പോകുന്ന, അത് നമ്മുടെ കാഴ്ചപ്പാടും ചുറ്റുപാടും ഒക്കെ മാറുന്നതിനനുസരിച്ച് വികസിച്ച് അത്തരം കാര്യങ്ങൾ പഠിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്താം. നമ്മുടെ മക്കൾ അതേ മാർഗത്തിൽ അവരെ ചേർത്ത് പഠിക്കാൻ നമുക്ക് പറ്റണം.
നോക്കൂ, ഒരു വിദ്യാർത്ഥിയുടെ മായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഏതെങ്കിലും ഖുത്ബയിലോ ക്ലാസ്സിലോ ഒക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളെ വന്ന് പിന്നെ ഒന്നോ രണ്ടോ രക്ഷിതാക്കളെങ്കിലും നമ്മളോട് കണ്ട് സംസാരിക്കാതെ പിന്നെ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും പേടിയുണ്ട്. ചുറ്റുപാടും കാണുന്ന വാർത്തകൾ കാണുന്ന എല്ലാവർക്കും വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. എന്താ അതിന്റെ പരിഹാരം? രണ്ട് കാര്യങ്ങളോ പരിഹാരമുള്ളൂ. ഒന്ന് നമ്മുടെ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സ്വീകരിക്കുന്ന തട്ടിക്കളയാത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു ഉപ്പയും ഉമ്മയും അവരുടെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ വിനിയോഗിക്കണം. നമ്മൾ മറ്റുള്ളവരോട് പറയും, ഉസ്താദ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. ആ ഉസ്താദ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ട്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരു അമ്പിയാക്കളും സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. ത്വയ്യിബായ സന്താനത്തെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. മക്കളെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ സ്വാലിഹായ സന്താനത്തെ കുറിച്ച് മാത്രമേ അമ്പിയാക്കളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി സ്വാലിഹാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. ഇനി അവർ മക്കൾ ഉണ്ടായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം എന്താ, അവരുടെ ഉള്ളിൽ അള്ളാഹുവിനെ സന്നിവേശിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ മുന്നിൽ ഉണ്ടാക്കി കൊടുക്കുക. ഏത് സാഹചര്യത്തിലെത്തിയാലും അള്ളാഹുവിനെ പേടിക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് കൊടുക്കുകയും അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയും വേണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. മദ്രസയിലൊക്കെ കുട്ടി എങ്ങനെ പഠിക്കും? മദ്രസയിൽ പഠിക്കുന്നതിന് നേരെ വിപരീതമാണ് അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും തന്നെ ജീവിതത്തിൽ അത് കാണുന്നതെങ്കിൽ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾക്കും എഴുതുന്ന പരീക്ഷകൾക്കും കിട്ടുന്ന മാർക്കിനും ഒന്നും ഒരു അടിസ്ഥാനവും ഇല്ല. മദ്രസ എന്ന് പറയുന്നത് മാർക്ക് എഴുതാനും വിജയിക്കാനും പ്രോഗ്രസ് കാർഡ് കിട്ടാനും ഉള്ളതല്ല. മറിച്ച് മദ്രസയുടെ അധ്യാപനങ്ങൾ, പാഠങ്ങൾ അത് കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ്, നമ്മളിൽ നിന്ന് കിട്ടേണ്ടതാണ്, നമ്മളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അവിടെ നമ്മളൊക്കെ ഒരു പ്രോഗ്രസ് എന്താണ്, നമ്മളൊക്കെ ഒരു പിന്നെ ഗ്രേഡ് എന്താണ് എന്നത് നമ്മൾ വിലയിരുത്തണം. നമ്മുടെ മക്കളെ വളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഉള്ളത് നമ്മുടെ കയ്യിലാണ്. 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ നമ്മളൊരു പദ്ധതി പ്രഖ്യാപിച്ച് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നമ്മുടെ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ശീർഷകത്തിലാണ് നമ്മൾ ഈ പിന്നെ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾ ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവരോട് സംവദിക്കണം. അങ്ങാടികളിൽ, കോളേജിലും സ്കൂളിലും എതിരെ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചു. എന്താണ്? സ്കൂളുകളിൽ ചെന്ന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൊടുക്കലാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്കൂളുകളിൽ അതിനെ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവസരം കിട്ടുന്ന സ്ഥലത്ത് വിദ്യാർത്ഥികളോട് സ്കൂളിനകത്ത് നിന്ന് സംസാരിക്കാൻ. ഇനി പുറത്തും സ്ട്രീറ്റ് ലോഗുകളായി വിദ്യാർത്ഥികൾ എത്തുന്ന സ്ഥലത്ത് അവരോട് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും അതുപോലെ തന്നെ പുതിയ കാലത്തെ ലിബറൽ സ്വാധീനം അവരിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനം, അതിന്റെ പിന്നെ വൃത്തികേടുകളെ കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഒക്കെ വിദ്യാർത്ഥികളോട് അവിടെ സംവദിക്കും. ക്യാമ്പസിന്റെ മുറ്റത്ത് ക്യാമ്പസ് ഡിബേറ്റ് എന്ന പേരിൽ അവരോട് നമ്മൾ സംവദിക്കുകയാണ്. എന്നിട്ട് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളോട് സംവദിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് വരുന്ന മാസങ്ങളിൽ ജില്ലയിൽ ക്യാമ്പസ് കോൺഫറൻസ് എന്ന പേരിൽ ആ പ്രായത്തിൽ ക്യാമ്പസിൽ, കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയിരുത്തി അവരുടെ ഭാഷയിൽ, അവരുടെ പുതിയ ട്രെൻഡിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോ ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന് പറയുന്ന ശീർഷകത്തിൽ ഈ സമരത്തിൽ നമ്മളൊക്കെ ഭാഗവാക്കാകണം. നമ്മുടെയൊക്കെ കുട്ടികൾ ഇതിനൊക്കെ പരിസരത്തുണ്ട് എന്ന് നമ്മളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് അത് നമ്മുടെ പരലോകത്തിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു അപേക്ഷയായി നമ്മൾ കാണണം. ഇതിലെ നമുക്കൊരു പിന്നെ നോക്കൂ, ബാലവേദി മുതലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അംഗനവാടി പോകുന്ന പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ തുടങ്ങി, LP തുടങ്ങി, പിന്നെ KG പ്രായത്തിൽ നിന്ന് തുടങ്ങി PhD വരെ ചെയ്യുന്ന വലിയൊരു പിന്നെ സമൂഹമാണ്, വലിയൊരു ഏജ് ഗ്രൂപ്പാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഈ എല്ലാ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളോടും സംവദിച്ചാണ് ഇൻഷാ അല്ലാഹ് 2025 മെയ് 11 നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലക്ക് മണ്ഡലം ബാലസമ്മേളനം ഇൻഷാ അല്ലാഹ് മഞ്ചേരി മണ്ഡലത്തിന്റെ ബാലസമ്മേളനം ജനുവരി 19 ഞായറാഴ്ച രാവിലെ 10 മുതൽ 3:30 വരെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചുള്ളക്കാട് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ പ്രായത്തിൽ, നമ്മുടെയൊക്കെ പരിചയത്തിൽ ബാലവേദി പിന്നെ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ, ആ പ്രായത്തിൽ പിന്നെ LP പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നിർബന്ധമായും കൊണ്ടുചെന്ന് ആക്കണം. അവിടെ എന്താ ഉണ്ടാകുക? അവിടെ പ്രസംഗങ്ങളല്ല ഉണ്ടാകുക, മറിച്ച് പാട്ടിലൂടെയും അവർക്ക് മനസ്സിലാകുന്ന കഥകളിലൂടെയും ഒക്കെ അള്ളാഹുവിനെയും പ്രവാചകനെയും പരിചയപ്പെടുത്തി ധാർമ്മികതയുടെ വിത്ത് അവിടെ ഇട്ടുകൊടുത്ത് ധർമ്മസമരം ആ വിദ്യാർത്ഥികളുടെ പ്രായം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പാടിയും പറഞ്ഞും അള്ളാഹുവും റസൂലും പരലോകവും
ആ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, ദീനിനോടുള്ള സ്നേഹം, നന്മയോടുള്ള സ്നേഹം, തിന്മയോടുള്ള വെറുപ്പ്, ചെറുക്കിനോടും കുഫറിനോടുമുള്ള വെറുപ്പ്, അത് കുട്ടികൾക്ക് മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വിത്തിടുകയാണ് ഈ പ്രായത്തിൽ അവരുടേതായ പിന്നെ പരിപാടികളിലൂടെയും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പരിപാടികളിലൂടെയും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള വിദ്യാർത്ഥികളെ, ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഇനി ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ ക്യാമ്പസ് വിദ്യാർത്ഥി സമ്മേളനം, അത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലൊക്കെയുള്ള എല്ലാ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാം വരും. അവസാനം ഇൻഷാ അല്ലാഹ് 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഹൈസ്കൂൾ മുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും പരിചയത്തിലുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുവാനും ഇതിന്റെ വ്യത്യസ്തങ്ങളായ പരിപാടികളിലും നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഉണ്ടാകണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ടവരെ, റമദാനിലേക്ക് കൂടെയാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത്. അതിന് മുന്നേയുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കർമ്മം, ഇപ്പൊ റമദാനിന് മുമ്പ് ശഅബാൻ അടുത്ത മാസം വരാം. എന്താ ശഅബാന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദാക ശഹ്റുൻ, ഈ മാസം ജനങ്ങൾ പൊതുവെ അശ്രദ്ധയിലാകുന്ന മാസമാണ്. റജബ് പവിത്രമായ മാസമാണ്, വരാനിരിക്കുന്നത് റമദാനാണ്. അതിൻ്റെ ഇടയിൽ ആളുകൾ അശ്രദ്ധ ബാധിക്കുന്ന ഒരു മാസമാണ്. രണ്ടാമത്തേത് യുർഫഉ ഫീഹിൽ അഅ്മാൽ, അള്ളാഹു അവന്റെ അടിമകളുടെ കർമ്മങ്ങൾ ഉയർത്തുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ശഅബാനിന്റെ പകുതിയിൽ അള്ളാഹു അവന്റെ എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കും. ഏത് വിഭാഗം? ഒരു വിഭാഗം ആളുകളെ അള്ളാഹു മാറ്റി നിർത്തും. എന്താ പ്രശ്നം? ആ വിഭാഗം ആളുകൾ പരസ്പരം വിദ്വേഷവും ഇഷ്ടക്കേടും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ഒരു സമയം അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹു കർമ്മങ്ങളൊക്കെ ഉയർത്തി അവന്റെ മുഴുവൻ അടിമകൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ അവന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവർ ചെയ്ത തെറ്റെന്താണ്? അടിമകൾക്കിടയിലുള്ള ബന്ധത്തിൽ വിള്ളലുകളും വീഴ്ചകളും വരുത്തിയതാണ്. അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വിഭാഗം ആളുകളാണ് 3 ദിവസത്തിനപ്പുറത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് ആ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കാതെ പിണങ്ങിയൊക്കെ നടക്കുന്ന ആളുകൾ. 3 രാത്രിക്കപ്പുറത്ത്, 3 ദിവസത്തിനപ്പുറത്ത് ഒരാളുമായി തെറ്റി നിൽക്കാൻ ഒരു മനുഷ്യനും അള്ളാഹു അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് റമദാനിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സംസ്കരണ ചിന്തയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടിമകളുമായി ബന്ധപ്പെട്ട് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അങ്ങനെ ആരോടും തെറ്റിയും പിണങ്ങിയും ഒക്കെ നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു ഉയർത്തുകയില്ല എന്ന ഗുരുതരമായ പാഠം. അതുകൊണ്ട് അതുകൂടെ ഈ ഒരു സമയത്ത് ഒരു സംസ്കരണ ചിന്ത നിലയ്ക്ക് നമ്മൾ ഉൾക്കൊള്ളണം. എന്ത് പ്രയാസാണെങ്കിലും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ വിവരിച്ച് അവസാനിക്കുന്നിടത്താണ് അള്ളാഹു ചോദിക്കുന്നത്, ആ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഫല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ എന്ന് ഈ ആയത്തിന്റെ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ വാചകങ്ങൾ അള്ളാഹു പറയുന്നത്. എന്താ പ്രശ്നം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പുത്രിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഇവർ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു വ്യഭിചാര ആരോപണം ഉണ്ടായ ഒരു സമയത്ത് അതിങ്ങനെ ആളുകൾക്കിടയിൽ പറഞ്ഞു വരുത്തുന്നതിനിടയിൽ അതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന്റെ പ്രതികളിൽപ്പെട്ട ഒരാൾ, അയാളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായതുകൊണ്ട്, ഹിജ്റ ചെയ്തു വന്ന വിശ്വാസി ആയതുകൊണ്ട്, ഫക്കീർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിലവേറ്റ് നടത്തിയിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറ്റവിമുക്തമാക്കി പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം എടുത്തു, ഇനി എന്റെ ചെലവിൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകില്ല. കാരണം അത്ര വേദന എൻ്റെ മകളും പ്രവാചക പത്നിയും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതികളിൽപ്പെട്ട ഒരാളെ ഇനി ഞാൻ ചെലവിന് കൊടുക്കില്ല എന്ന ഏവർക്കും ന്യായമായി തോന്നാവുന്ന ഒരു കാര്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ആയത്തിറക്കി അള്ളാഹു തിരുത്തി കൊടുക്കുകയാണ്. താങ്കളെപ്പോലെ ഫളിലുള്ള, ശ്രേഷ്ഠതയുള്ള, കഴിവുള്ള ഒരാൾ ഇങ്ങനൊരു ശബ്ദം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഈ തെറ്റ് തിരുത്താൻ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. നോക്കൂ, വ്യഭിചാരാരോപണത്തിന് കൂട്ടുനിന്നു എന്ന കാരണം ചെയ്ത ഒരു വ്യക്തിയോട് പോലും പുറത്തു കൊടുക്കുമ്പോഴാണ്
അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരിക എന്ന് സൂറത്ത് നൂറിൽ അള്ളാഹു പഠിപ്പിക്കണം. അതിനേക്കാളൊക്കെ ഒരു തെറ്റൊന്നും നമ്മളോട് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ തെറ്റി നിൽക്കുന്ന പലരും അത്ര പോലും ഗൗരവമുള്ള കാരണങ്ങളല്ല എന്നിരിക്കെ ഇത് പൊരുത്തപ്പെടാൻ അള്ളാഹുവിനെ മനസ്സിൽ കണ്ടും അല്ലെങ്കിൽ പരലോകത്തെ മുന്നിൽ കണ്ടും എന്ത് പ്രയാസത്തെയും എന്ത് ബുദ്ധിമുട്ടുകളും പറഞ്ഞു തീർക്കാനും ആളുകളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് റമദാനിലേക്ക് ഒരുങ്ങാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറ്റണം. മനസ്സാലെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ സലഫുകൾ പറയുമായിരുന്നു എന്നാണ്, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് സ്വന്തത്തെ ശുദ്ധീകരിച്ച് റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറായ ആളുകൾക്ക് മംഗളം എന്നാണ്. അതുകൊണ്ട് റമദാൻ എത്തിയിട്ട് നന്നാകലല്ല, റമദാനിനെ സ്വീകരിക്കുമ്പോൾ തന്നെ സംസ്കരണ ചിന്തകളോടുകൂടെ കഴിഞ്ഞകാല ആയുസ്സിലെ കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്തുമ്പോൾ എന്താണോ തിന്മയായി വന്നിട്ടുള്ളത് അതൊക്കെ തൗബ ചെയ്ത് സ്വയം ശുദ്ധീകരിക്കുവാനും നഷ്ടപ്പെട്ടു പോയ നന്മകൾ വീണ്ടെടുക്കുവാനുമുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പോരായ്മകളെ എല്ലാം നികത്തി അതിനൊക്കെ ശുദ്ധീകരിച്ച് സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നിന്നെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടുന്ന സൽഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ പറ്റുന്ന സൽഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആഫിയത്തോടുകൂടെ റമദാനിലേക്ക് പ്രവേശിക്കുവാനും നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാനിനെ ഏറ്റവും ക്രിയാത്മകരമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വ അഅ്മാലനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ لي ولكم ولجميع المسلمين في كل مكان فاستغفروه إنه هو الغفور الرحيم. وسلام على المرسلين والحمد لله رب العالمين.